മോഹൻലാലിനെ നമ്മൾ ഈ ക്യാരക്ടർ ബറോ എന്നുള്ള ക്യാരക്ടറിനെ ആനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കഥകൾ കാണാൻ പറ്റും, കുറച്ച് ചെറിയ നൃത്തങ്ങൾ കാണാൻ പറ്റും. ഇറ്റ്സ് എ റോങ് വേർഡ്, ബട്ട് പൊല്യൂട്ടഡ് ഒരു വിഷ്വൽ കൾച്ചറുണ്ട് നമ്മളവിടെ. മ്യൂസിക് ആയാലും എല്ലാം അത് എന്താ പറയുക, അതിൻ്റെ ആറാട്ടാണ്. ഇപ്പോൾ ഹ്യൂമർ എന്നുള്ളൊരു സാധനം ഇൻബിൽട്ടാണ്, അത് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമല്ല. CR7 വാസ്കോ ഡ ഗാമ ഒരു രണ്ടുപേരും പോർച്ചുഗീസ് ഫോർവേഡാണ്, ഒന്ന് ഫുട്ബോളിലും മറ്റേത് ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെ കുറേ കൊണ്ടുവന്നു. ഒരു ട്രിപ്പായിട്ട് വന്ന് അവസാനം ഒരു 30 മിനിറ്റ് അനിമേഷനായി. ടെക്നോളജി എന്നുള്ള സാധനത്തിന് നമ്മളെപ്പോഴും നമ്മുടെ എനിമി ഉണ്ടാക്കുന്നതാണ് ടെക്നോളജി. 2-3 മാസം കൊണ്ടാണ് ഞാനൊരു 30 മിനിറ്റ് അനിമേഷൻ ചെയ്യുന്നത്. ഇൻഫർമേഷൻ വാസ് എൻ അസെറ്റ് ആൻഡ് ഇറ്റ് വാസ് കൺസിഡേർഡ് ആൻ അസെറ്റ്. ഇന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഇസ് എ ബേർഡൻ. ബറോസിൻ്റെ ഏറ്റവും ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ സൗണ്ടാണ്. അത് ചെയ്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പിള്ളേരാണ്. നിങ്ങൾ ഈ വൈറലാവുന്നതാണ് ശരി എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരാൾ പഴം തിന്നുന്ന വീഡിയോയ്ക്ക് ആയിരിക്കും ഏറ്റവും സക്സസ്ഫുൾ തിങ് ഇൻ ദ വേൾഡ്, അല്ലേ? വിഷ്വൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അൺഫോർച്ചുനേറ്റ്ലി സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം നടക്കുന്ന ആൾക്കാർക്ക് എന്താണ് സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ലൈഫിന് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. കമ്മിങ് വേരിയസ് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വന്ന് കറക്റ്റ് സമയത്ത് വന്ന് അങ്ങനത്തെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഈ ബറോസ് വരുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു 10-25 വർഷത്തെ കോർപ്പറേറ്റ് ലൈഫ് അവസാനിപ്പിച്ച് ഈ ഒരു ആർട്ട് അല്ലെങ്കിൽ ഈ ഒരു അനിമേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക് നോവലായിരുന്നു ആദ്യം. ഗ്രാഫിക് നോവൽ, പിന്നെ പൊളിറ്റിക്കൽ കാർട്ടൂൺ, പിന്നെ അനിമേഷൻ, ഇങ്ങനെ ഓരോ സംഗതികളും ഇങ്ങനെ സ്വന്തമായിട്ടുള്ളൊരു ലെവലിൽ ചെയ്ത്, അതായത് ടെക്നോളജിക്കലി പഠിക്കലും പിന്നെ അതിൻ്റെ മാക്സിമം യൂസ് ചെയ്യാൻ, ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്തിട്ട് അതിനെ മിനിമൽ ലെവലിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിലായിരുന്നു കഴിഞ്ഞൊരു 3 വർഷമായിട്ട്. അപ്പോൾ അത് ഗ്രാഫിക് നോവൽ ചെയ്തു, പിന്നെ അതിനുശേഷം പൊളിറ്റിക്കൽ കാർട്ടൂൺസ് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ അനിമേഷൻ എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഞാൻ ആക്ച്വലി 2016 തന്നെ ഞാൻ അനിമേഷൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കൊണ്ട് കീ സ്ട്രോക്സ് പറഞ്ഞിട്ട് ഒരു ലൈൻ സ്കെച്ച് പോലെ ഈ പൊളിറ്റിക്കൽ കാർട്ടൂൺസിനൊക്കെ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് അനിമേഷൻസ്, അത് ഓൾമോസ്റ്റ് വരച്ച ടൈപ്പായിരുന്നു. അപ്പോൾ 2016 ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി 6 മാസം ചെയ്തിട്ടുണ്ട് ഓൺലൈന് വേണ്ടിയിട്ട്. അതായിരുന്നു എൻ്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ അനിമേഷനിൽ. അപ്പോൾ എനിക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമായിട്ട് തോന്നി. എനിക്കത് പിന്നെ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതും, പിന്നെ പിന്നെ ലെഫ്റ്റ് ദ ജോബ് ആൻഡ് സ്റ്റാർട്ടഡ് ഡൂയിങ് കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ്. ആ സമയത്ത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ഇതിൻ്റെ പോസിബിലിറ്റീസ് നോക്കി. അപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയുണ്ട് അനിമേഷൻ്റെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അനിമേഷൻ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ അനിമേഷൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സോഫ്റ്റ്വെയർ അല്ലാതെ ആ പ്രോസസ്സ് തന്നെ ആക്ച്വലി ഒരു എൻജിനീയർഡ് പ്രോസസ്സാണ് ഇപ്പോൾ കാണുന്ന അനിമേഷൻസ്. അതായത് ഞാൻ എൻജിനീയറിംഗ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് അനിമേഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു എൻജിനീയർഡ് പ്രൊഡക്റ്റാണ്. കാരണം നിങ്ങൾ ഭയങ്കരമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അതിനെ ഈ 12 FPS ഓരോ ഫ്രെയിമിൽ വരയ്ക്കുന്നു. അപ്പോൾ യു നീഡ് ലേബർ. അപ്പോൾ ഈ ലേബർ കൺട്രോളിൻ്റെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്നുള്ള സാധനം ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എടുത്തും, പിന്നെ ഈ അനിമേഷൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്സ്ചറിങ്ങോ മോഡലിങ്ങോ ഇവർക്ക് എന്താണ് ഫൈനൽ സ്റ്റോറി എന്ന് പോലെ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരാൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നടക്കുന്നു, ആ നടത്തത്തിൽ മാത്രമാണ് ഇയാൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടിയിട്ടാണ് സിനിമയായിട്ട് വരുന്നത്. ഒരു അനിമേറ്റ് അത് ഒരു മണിക്കൂർ അനിമേഷൻ ആണെങ്കിലും ശരി, 1 മിനിറ്റ് അനിമേഷൻ ആണെങ്കിലും ശരി, പ്രോസസ്സ് സെയിമാണ്. അതായിരുന്നില്ല എൻ്റെ താല്പര്യം. കാരണം ഇത് വരുന്ന സമയത്ത് ടെക്നോളജി വലിയൊരു ഗെയിം കളിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ അനിമേഷൻ എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് എനിക്കാണ് ലയൺ കിങ് സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ വന്ന് ഈ മൗഗ്ലി അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് വേൾഡിൽ എൻ്റർ ചെയ്ത പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇതെന്തോ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ദൂരദർശൻ്റെ ചില അനിമേഷൻസ് ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ രൂപങ്ങൾ ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പാടും, ഭയങ്കര മ്യൂസിക്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സാധനം കാണുന്ന സമയത്ത് എനിക്ക് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ എനിക്ക് ഈ എന്തുകൊണ്ടോ അനിമേഷൻ അന്ന്
വേൾഡ് വാസ് നോട്ട് ദിസ് കളർഫുൾ ഓരോ ഒന്ന് എഞ്ചിനീയർ ഡോക്ടർ അല്ലെങ്കിൽ 3-4 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ദെൻ ആ ഒരു ട്രെൻഡിൽ പോയി. പിന്നെ 2000-ലാണ് ഞാൻ വീണ്ടും നമ്മളൊരു സെറ്റിലായ സമയത്ത് വീണ്ടും കമ്പ്യൂട്ടറൊക്കെ വാങ്ങി ഞാൻ ഈ കമ്പ്യൂട്ടർ അനിമേഷൻ നോക്കുന്നത്. അങ്ങനെ ഒരു തുടങ്ങി. പിന്നെ 2002-2003 വരെ ഞാൻ കുറേ പഠിച്ചു വന്നു ഈ 3D അനിമേഷൻ്റെ കുറേ സാധനങ്ങൾ, എന്താണ് ഈ സോഫ്റ്റ്വെയർ എന്നുള്ളത്. പിന്നെ അത് വിട്ടു. പിന്നെ എനിക്ക് കോർപ്പറേറ്റ് ലൈഫിൽ ഞാൻ നമ്മുടെ കോർപ്പറേറ്റ് ലീഡറിൽ മുന്നോട്ട് പോകുന്നതാണ്. എനിക്ക് ഐ ഫോർഗോട്ട് ഓൾ ദിസ് തിങ്. പക്ഷേ ഞാൻ എപ്പോഴും ഇത് എന്താണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഷ്രെക്കും അങ്ങനത്തെ ഒരുപാട് സിനിമകൾ വരുന്നതൊക്കെ, ടോയ് സ്റ്റോറി, ഇതൊക്കെ പല പ്രാവശ്യം കാണുകയും അത് ഇറ്റ് വാസ് ഓൾവേസ് ഇൻ മൈ ബാക്ക് ഓഫ് സ്റ്റോറി. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയി, അപ്പോൾ ഇതിങ്ങനെ ഈ എന്തെങ്കിലും റെഗുലർ 9 to 5 ജോബ് വിട്ടിട്ട് അതേ ഇൻഡസ്ട്രിയിൽ തുടങ്ങാതെ ഐ വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ് എൽസ് വേർ ഐ എം ഇൻട്രസ്റ്റഡ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അനിമേഷനായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ 2020 അനിമേഷൻ ഈ സോഫ്റ്റ്വെയർസൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അതായത് ഐഡിയ, ടെക്നോളജി, ഈ 2 സാധനങ്ങളാണ് ഒരു സാധനത്തിൽ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ടെക്നോളജി എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി പണ്ട് ഐഡിയ വാസ് ഹിയർ, ടെക്നോളജി വാസ് ഹിയർ. കാരണം ആൾക്കാർക്ക് ഒരുപാട് ഐഡിയ ഉണ്ടായിരുന്നു. ടെക്നോളജി എന്നുള്ള സാധനം അപ്പോൾ ഈ ഹാർഡ്വെയർ ഡ്രിവൺ ആയിരുന്നു മെയിനായിട്ട്. നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അന്ന് 4-5 ലക്ഷം വലിയ കമ്പ്യൂട്ടർ. ഇന്ന് നമ്മൾ പറയുന്ന ഒരു 4000 രൂപയ്ക്ക് വരുന്ന കമ്പ്യൂട്ടർ ആയിരിക്കും. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. 10 MB സ്പേസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒന്നും റൺ ചെയ്യില്ല. അപ്പോൾ ഞാൻ 2ാമതിലേക്ക് നോക്കിയ സമയത്ത് ക്ലൗഡ് വന്നിരിക്കുന്നു, ആൻഡ്രോയിഡ്, എല്ലാ സാധനവും വരുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യം, ഇറ്റ് ഹസ് ബിക്കം എ ചൈൽഡ്സ് പ്ലേ ആക്ച്വലി. ഒരു സോഫ്റ്റ്വെയർ പഠിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ. അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ, ഇഷ്ടംപോലെ പോസിബിലിറ്റീസ്. അപ്പം ഐ ഗോട്ട് ഇൻ ടു ദ ട്രിപ്പ്. അങ്ങനെ ഞാൻ അനിമേഷൻ കുറേ പഠിച്ച്, അപ്പോൾ അത് എന്ത് വേണമെന്ന് എനിക്ക് ക്ലിയർ ആയിരുന്നു. കാരണം ഞാൻ ഗ്രാഫിക് നോവലാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഇതേപോലെ തന്നെ പാരലലി ഡെവലപ്പ് ചെയ്ത വേറൊരു സാധനം. കാരണം ഫ്രെയിംസ് എപ്പോഴും മനസ്സിൽ വരുന്ന സാധനം ഗ്രാഫിക് നോവൽ. അത് ഈ ഫാൻറ്റം മുതൽ അല്ലെങ്കിൽ കണ്ണാടി പബ്ലിക്കേഷൻസിൻ്റെ ഒരു ഓർമ്മയുണ്ട്, ഒരു ഒറ്റക്കൈൻ മാന്ത്രികൻ എന്ന് പറഞ്ഞ ഒരു ടമാർ പട്ടാർ സാധനങ്ങൾ, ഒരു ഭയങ്കര വേറൊരു വേൾഡ് ഉണ്ട് അതിൽ ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഗ്രാഫിക് നോവൽസ് വായിച്ചിരുന്നു. അംബാസഡർ കാറിനെ കുറിച്ച്, പിന്നെ എൻ്റെ ഒരു റോമിംഗ് ഗ്രാഫിക് നോവൽ. അപ്പം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് എ ഗ്രാഫിക് നോവൽ. ഈ ഒരു ഫോമിലേക്ക് ഞാനിങ്ങനെ കൊണ്ടുവരുന്നത് ഒരു 2-3 വർഷം ചെയ്ത് അവസാനം റിയാസ് കോമുവിൻ്റെ CA ബോയിലിംഗ് വെസലിൽ മെറ്റാഞ്ചേരി എന്നുള്ളൊരു സാധനത്തിലേക്ക് അത് ചെയ്ത്, അത് ഇൻസിഡൻ്റ്ലി രാജീവ് കുമാർ സാർ കാണുന്നു. രാജീവ് കുമാറും പിന്നെ മറ്റേ ലതാ കുര്യൻ, ഇവർ 2പേരും അങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയ സമയത്ത് രാജീവ് സാറിനെ മീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സംതിങ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനത്തിൻ്റെ കറക്റ്റ് നീഡാണ് അവർക്കുള്ളത്. അത് ഇൻസിഡൻ്റ്ലി ബറോസ് എന്നുള്ള സിനിമയുടെ പ്ലോട്ടും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും നോക്കുന്ന സമയത്ത് എക്സാക്ട്ലി എനിക്ക് ആ സമയത്ത് കൊണ്ടുവന്ന് എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ തോട്ട് പ്രോസസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനം കറക്റ്റ് പാകമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ റിക്വയർമെൻറ്റ് വരുന്നു. അത് രാജീവ് സാറിനെ പറയുന്നത് ഇത് ഭയങ്കര, കാരണം കോമിക് നരേഷൻസിൻ്റെ ഒരു പോസിബിലിറ്റി സിനിമയിൽ യൂസ് ചെയ്യുന്നു. അത് ഈ ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ളൊരു മൂവിയാണ് ഈ ബറോസിൻ്റെ. ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്ന ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റഡ് മൂവിയാണത്. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കാണിച്ചിട്ട് അത്, അപ്പം എനിക്കതിൻ്റെ ഞാൻ ആക്ച്വലി ഐ ഡി നോട്ട് ഗോ ടു സ്റ്റോറി. ഞാൻ രാജീവ് സാറിന് തോന്നി എനിക്ക് ആ സ്റ്റോറി വേണ്ട, എനിക്ക് ഈ ക്യാരക്ടേഴ്സിന് കിട്ടിയാൽ മതി. കാരണം നമുക്കത് പാരലലി രാജീവ് സാറിനെ പറഞ്ഞ സ്റ്റോറി ഇതുമായിട്ട് ബന്ധം വേണമെന്നില്ല, നമുക്ക് ഒരു ചെറിയൊരു അവെയർനെസ് ഉണ്ടാക്കുന്ന ചില കാർട്ടൂൺസ്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഒരു സാമ്പിൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് വളരെ ചെറിയൊരു സാധനം അപ്പോൾ അത് മോഹൻലാൽ സാർ കാണുന്നു. പിന്നെ എൻ്റെ അപ്പോൾ അത് പെട്ടെന്ന് വേറൊരു ലെവലിൽ എനിക്ക് മനസ്സിലായത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് ഡിസ്കഷന് വേണ്ടി വന്നു. അപ്പോഴെനിക്ക് എൻ്റെ ശരിക്കും പിക്ചർ മനസ്സിലാവുന്നത്. അതായത് ദ തിങ്സ് വിച്ച് ഐ എം ടച്ചിങ് ഈസ് വെരി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം. എനിക്ക് തോന്നുന്നു ഒരിക്കലെങ്കിലും എനിക്കത് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് ലാൽ സാറിന് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ ഏത് അനിമേഷൻ സ്റ്റുഡിയോ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സാധനം ചെയ്യും. അത് അപ്പം ഈ ഒരു സാധനം യുണീക്നെസ് കണ്ടതും അപ്പോൾ അത്
വർക്കൗട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ രാജീവ് സാറാണ് ഇതിൻ്റെ ബേസിക് സ്റ്റോറി. ഇത് ഈ ഒരു ലൈനിൽ കൂടെ പോകണം എന്നുള്ളത് ഒരു ഐഡിയ, എങ്ങനെ ഒരു പ്രൊമോഷന് ഇതിനെ യൂസ് ചെയ്യാന്നുള്ളത് അത് രാജീവ് കുമാർ സാറിൻ്റെ ഒരു ഐഡിയ ആണ്. പുള്ളി കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇതിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, കാരണം അതിന് അങ്ങനെ ഒരു സ്റ്റോറിയാണത്, ഒരു ഫിക്ഷനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നരേഷൻ. അപ്പം എൻ്റെ മൊത്തം ഇത് പറയുന്നില്ല. അപ്പം അതിനെ കോമിക്കൽ രീതിയിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ എന്നുള്ളൊരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു. നോ ഹൗ ടു ഡു ഇറ്റ് എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തായാലും മാച്ച് ചെയ്തു. സോ ഇറ്റ് വെൻറ്റ് വെൽ. മൊത്തം 12 ഞങ്ങൾ വി ആർ പ്ലാനിങ് ഫോർ 24. സംതിങ് ഈസ് കുക്കിംഗ് എന്നുള്ള സാധനം, അത് വി ആർ കമ്മിങ് അപ്പ് എന്നുള്ള സാധനം. ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ, കുട്ടികളുടെ മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കാം. കാരണം എന്താണ്, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടല്ലോ അതിനപ്പോൾ. അപ്പോൾ അതിന് പറ്റിയൊരു സാധനം, അത് എന്താണ്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോമിക് രൂപത്തോടെ കൊണ്ടുവരണം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നുള്ളതാണ് സെയിം സാധനം. അപ്പോൾ ഞാനിത് അനിമേഷൻ, എനിക്കൊരു ചെറിയ ടീമൊക്കെ ഉണ്ട് അനിമേഷൻ ചെയ്യാൻ. പൂനെയിൽ തന്നെ 2 പിള്ളേരെ ഞാൻ ട്രെയിൻ ചെയ്ത് എൻ്റെ അടുത്തുണ്ട്. അപ്പം അതിൽ ഇത് ഓരോ കഥകളിൽ വരുന്ന സമയത്ത് ഓരോ സമയത്തും അതിൻ്റെ കാരണം, അപ്പോൾ ഇതിൽ ഒരു അവരുടെ ഇൻപുട്ടിനെക്കാട്ടിലും അത് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇതിനൊരു ഫോം വന്നു കഴിഞ്ഞു. ഇനി പുതിയ 2 പിള്ളേർ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള അനിമേഷൻ പഠിച്ചു വരുന്ന പിള്ളേർ, അവരുടെ ഒരു 4-5 വർഷം അനിമേഷൻ സ്കൂളിൽ പഠിച്ച പിള്ളേർ, അപ്പോൾ അവർക്ക് അവരുടെ ഒരു ആക്ഷൻസും മറ്റേതും അതെങ്ങനെ കുറയ്ക്കുന്നുണ്ട്. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഇത് ഡിസ്നിയാവും. പക്ഷെ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നത് ആൾക്കാർ ട്യൂൺഡപ്പാണ്. ഈ ഡിസ്നി ദിവസം രാവിലെ മുതൽ ഈ ടോം ആൻഡ് ജെറിയും ഈ ഒരു എൻജിനിയർഡ് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഈ നടത്തം എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ടോം ആൻഡ് ജെറിയുടെ നടത്തമായിരിക്കും എല്ലാവരിലും, അല്ലെങ്കിൽ ആക്ഷൻ 12 പ്രിൻസിപ്പിൾസ് ഓഫ് അനിമേഷൻസ് ഉണ്ട്. ഞാനതൊക്കെ പഠിച്ചു നോക്കി. പക്ഷേ എനിക്ക് വലിയ താല്പര്യം തോന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടറും ഒരുപോലെ പോലും. അപ്പോൾ അതല്ലാതെ ഞാൻ ആക്ച്വലി ഈ അനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുറച്ചൊരു ഈ ഈസ്റ്റ് യൂറോപ്യൻ അനിമേറ്റേഴ്സ് ഉണ്ട്, പിന്നെ കനഡിയൻ അനിമേറ്റേഴ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഈ ട്രഡീഷൻ ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് അവർ എന്താണ്, ഇപ്പം ഈ ഒരു കനഡിയൻ അനിമേറ്റർ നിക്കോളസ് ഹോണ്ടൺ ഉണ്ടാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീം. അയാൾ അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അനിമേഷനിൽ ഉള്ളിലേക്ക് പോകുന്നതിനും പുള്ളി വീടിനെ വലിച്ചിങ്ങോട്ട് കൊണ്ടിരും. ഇതൊക്കെ ഓൺലി പോസിബിൾ ഇൻ കാർട്ടൂൺ. അതായത് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നതിന് പകരം ഈ ക്യാരക്ടർ വീടിന് ഉള്ളിലേക്ക് വിളിച്ചിട്ട് വീടിനുള്ളിൽ നിൽക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ സാധനങ്ങളുണ്ടല്ലോ, അതിലായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായത്. അപ്പോൾ മോഹൻലാലിനെ നമ്മൾ ഈ ക്യാരക്ടർ ബറോ എന്നുള്ള ക്യാരക്ടറിനെ അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കഥകളി കാണാൻ പറ്റും, കുറച്ച് ചെറിയ നൃത്തങ്ങൾ കാണാൻ പറ്റും, ചില സബ്റ്റിൽ മൂവ്മെൻറ്റ്സിൽ മോഹൻലാൽ സാറിൻ്റെ കണ്ണുകൾക്ക് ചിലപ്പോൾ ചില സിനിമയിലത്തെ, അതായത് ഞാനത് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മെയിനായിട്ട് മോഹൻലാലിൻ്റെ മെയിനായിട്ടുള്ള ഇതൊക്കെ ഞാൻ തന്നെ അനിമേറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഞാനൊരു പ്രോസസ്സ് കണ്ടുപിടിച്ചത്, പുള്ളി അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വരയ്ക്കും കുറച്ച് ഉണ്ടാക്കും. അതിൽ ക്യാരക്ടർ വരയ്ക്കുന്നതിലും വേറൊരു പ്രോസസ്സുണ്ട്. പക്ഷേ ഇത് ഞാൻ അനിമേഷൻ പ്രോസസ്സ് പറയാം. അപ്പം പുള്ളിയുടെ പാട്ടുകൾ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ എല്ലാ പാട്ടുകളും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കും. അതായത് ആ പാട്ടും പിന്നെ നമുക്ക് തന്നെ ഇപ്പം എൻ്റെയൊക്കെ ഒരു ഏജിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇൻ്റഗ്രൽ പാട്ടാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണ്, ഞങ്ങൾ കണ്ടുവരുന്ന ഒരു പിന്നെ അന്ന് മുതൽ മോഹൻലാൽ, അത് എൻ്റെയൊക്കെ ഒപ്പം പഠിച്ച് സ്കൂളിൽ പഠിച്ച ഒരാൾക്ക് ഈവൻ ഇങ്ങനെ ഇത് കൂടി ഉണ്ട്, നടത്തം കൂടി ഇങ്ങനെയായിരുന്നു. ഒരുപാട് പേര് അത് ഇങ്ങനെ ഒരു ചെരിവ് പോലും അങ്ങനെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ ആക്ഷൻസ് നമുക്ക് ബൈഹാർട്ടാണ്. കാരണം ഓൾമോസ്റ്റ് ഈ എന്താണ് അപ്പോൾ അത് ഞാൻ ഈ ക്യാരക്ടർ നമ്മളിങ്ങനെ ആ പാട്ടും വെച്ച് നമ്മളിങ്ങനെ 30 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ അത് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ നോട്ടത്തിലും ചെറിയ രീതിയിലുള്ള ഭാവത്തിലും അത്രമാത്രം വേണ്ടു. അല്ലാതെ ഇതിൽ 2 അപ്രോച്ചുള്ളതിന്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗെയിമിംഗ് ഉണ്ടാക്കുന്ന പോലെ മോഹൻലാൽ സാറിന് അതേപോലെ മോഡൽ ചെയ്തിട്ട് നിങ്ങൾ ഈ മറ്റേ ബാഹുബലിയൊക്കെ ചെയ്യുന്ന പോലെ അത് ഒരു എന്താ പറയുക, പിന്നെ നേരിട്ട് ചെയ്ത പോലെ കുരുങ്ങി പോകുന്നത് ഈ ഒരു ടെക്നിക്കൽ എക്സലൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സും പ്ലസ് ഈ ഒരു അഡറിങ് ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റൈൽ ഓഫ് നരേഷൻ ഓഫ് എന്താണ് ഹ്യൂമർ. അതായത് ഇപ്പോൾ നിങ്ങളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ വായ പൊളിക്കണമെന്നില്ലല്ലോ, നിങ്ങളൊരു സംഭവം കണ്ടു, ഒരു കാർട്ടൂൺ, ഈ എക്സ്പ്രഷൻ്റെ ആവശ്യമില്ല അയാൾക്ക്. വേണമെങ്കിൽ ഇത് ഡിസ്റ്റിൻ്റെ എക്സ്പ്രഷനാണ്.
അതന്നെ ആവണമെന്നില്ലല്ലോ. ഇറ്റ്സ് എ റോങ് വേർഡ്, ബട്ട് പൊല്യൂട്ടഡ് ഒരു എന്താണ് ഒരു വിഷ്വൽ കൾച്ചറിന് നമ്മളവിടെ. അത് ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ വന്നതോടെ ഒരു ഭയങ്കരമായിട്ട് കൂടിയത്, വ്യാപകമായത്. അത് ഈ പൊല്യൂഷനാണ് ശരിക്കും. ആക്ച്വലി ഈവൻ മ്യൂസിക് ആയാലും ശരി എല്ലാം അത് എന്താ പറയുക, അതിൻ്റെ ആറാട്ടാണ്. അപ്പോൾ ഈ വിഷ്വൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മൊമെൻ്ററി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കുറേ, അപ്പോൾ അത് മാത്രം പഠിച്ച് നിങ്ങൾ ഇതാവുന്നു, അത് ഭയങ്കര ഹിറ്റാവുന്നു, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോഴത്തെ അൺഫോർച്ചുനേറ്റ്ലി സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം നടക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താണ് സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ കാർട്ടൂണിലേക്ക് തിരിച്ചു വരുന്നത് തന്നെ 96 എൻ്റെ കാർട്ടൂൺസ് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വരച്ചിരുന്നു. യൂത്ത് എക്സ്പ്രസ് പറഞ്ഞിട്ട് മേതിൽ രാധാകൃഷ്ണൻ്റെ ഒരു ഇതിനായിരുന്നു. അപ്പോൾ പുള്ളിയാണ് എൻ്റെ ആ കാർട്ടൂൺസ് ആദ്യം കണ്ടിട്ട് അന്ന് 96 കഴിഞ്ഞിട്ട് ഞാൻ ജോലി വിട്ട് പിന്നെ ഒരു 2010-12 ഒന്നും വരച്ചിട്ടില്ല. ഞാൻ ഐ വാസ് ഇൻ ടു ദ കോർപ്പറേറ്റ് ലൈഫ്, വേറെ കുറേ നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു സെറ്റിൽ ഡൗൺ പ്രോസസ്, സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ മറ്റേ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് മറ്റേന്ന് കുറച്ച് അങ്ങനെ ഒരു ഇതായി. പിന്നെ ഈ 2012 മറ്റാണ് നമ്മൾ, അപ്പോൾ ഞാൻ അതേപോലെ ഐ വാസ് ഐസൊലേറ്റഡ് ഫ്രം ദ ഗാങ്. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ പോകുന്നു, അല്ലാതെ ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ സർക്കിളെ വിട്ടു. എന്നിട്ട് ഞാനിത് ഈ ഒരു പ്രോസസ്സിൽ പോയിട്ട് അതിൻ്റെ വീണ്ടും വര തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്മാർട്ട് ഫോൺ വന്നതിൽ അതിലൊരു പെന്നുള്ള സ്മാർട്ട് ഫോൺ വന്നു, ഒരു സാംസങ്ങിൻ്റെ നോട്ട് സീരീസ്. അപ്പോൾ ഞാൻ ആ സാധനം വാങ്ങിയപ്പോൾ അതിൽ പെന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും സ്ക്രിബിൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കിത് ഇത് വലിയ വരാമെന്ന് പറഞ്ഞാൽ പെന്നെടുക്കണം, അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിങ്ങനെ സ്ലോലി became a kind of a process where you started engaging with someone with your humor or with your political. അപ്പോൾ എനിക്കത് അഗെയിൻ എന്താണ് നമ്മുടെ പഴയ ഫ്രണ്ട്സാണ് എന്നെ വീണ്ടും തിരിച്ച് കണ്ടെത്തുന്നത്. അവർ പിന്നെ എവിടെ പോയിരിക്കുകയായിരുന്നു, പിന്നെ വീണ്ടും ഒരുപാട് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജത്തെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം പഠിച്ച വിക്ടോറിയ കോളേജ് ഫ്രണ്ട്സും ഇവരൊക്കെ വീണ്ടും തിരിച്ചു പിടിക്കുന്നതും ഒക്കെ ഈ ഒരു പേജ് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്പൂ എന്നുള്ള പേര് ഞാൻ വീണ്ടും വരുന്നത്, കാരണം ഞാൻ എന്താണ് ഈ പഴയ ടീമാണെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സെ വിളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു പണ്ട്. അപ്പോൾ അത് ഈ ഒരു പ്രോസസ്സിൽ അവസാനം വരാൻ തുടങ്ങി. അങ്ങനെ കുറേശ്ശെ എന്താണ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ് തുടങ്ങി. അപ്പോൾ അത് പെട്ടെന്ന് 1-2 കാർട്ടൂൺസ് ഹിറ്റാവുകയും എനിക്കൊരു ദിവസം രാവിലെ നോക്കി 5000 ഫ്രണ്ട് റിക്വസ്റ്റ് മറ്റും. അതോടെ എനിക്ക് പേടിയായി. കാരണം ഈ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സംഘത്തിൽ അത്ര വലിയ നല്ല ഹെൽപ്ഫുൾ സാധനമല്ല. കാരണം അന്ന് 2013-14 നമുക്ക് എൻ്റെ ഐഡൻറ്റിറ്റി, കാരണം ഈ പേര് സുനിൽ നമ്പൂർ പേരിടുന്ന സമയത്ത് എൻ്റെ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി വേറെ അറിയില്ല, അത് ഇതാണെന്ന് അറിയില്ല. കാരണം ഞാൻ എൻ്റെ സാധാരണ പ്രൊഫൈൽ ഫോട്ടോ ഇടാറില്ല. അപ്പം കാരണം അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ ഹാർഡായിട്ടുള്ള പൊളിറ്റിക്കൽ കാർട്ടൂൺസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഇതിൽ വീണ്ടും തുടങ്ങി എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എപ്പോഴും ഈ ടെക്നോളജിയാണ് എന്നെ വീണ്ടും ഇതിലേക്ക് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ ഈ അനിമേഷനിലെത്തിയപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് ഐ വാസ് വെരി ക്ലിയർ വാട്ട് ടു വിൻ. അത് ക്ലിയർ ആണെങ്കിൽ അതിലേക്ക് അത് ശരിയാണോ തെറ്റോ എന്നുള്ളത് ഐ എം ലീസ് ബോതർ. കാരണം അത് എന്താ പറയുക, അത് അൾട്ടിമേറ്റ്ലി അങ്ങനെ ശരി തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ നിങ്ങൾ ഈ വൈറലാവുന്നതാണ് ശരി എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരാൾ പഴം തിന്നുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും ഏറ്റവും സക്സസ്ഫുൾ തിങ് ഇൻ ദ വേൾഡ്, അല്ലേ? വെറുതെ എന്നിട്ട് ഒരാൾ പഴം തിന്ന ഒരു വീഡിയോ ഒക്കെ മില്യൺസ് ഓഫ് വ്യൂസ്. അതായത് കാരണം ഒരു പ്രോസസ്സ് തന്നെ മാറി ആളുടെ. അതേ പറഞ്ഞ വിഷ്വൽ പൊല്യൂഷൻ എന്നുള്ളതിലേക്കാണ് വരുന്നത്. അപ്പം അതല്ലാതെ നമ്മൾ ഇതിന് എല്ലാം പോസിബിളാണ്. ഇപ്പോൾ യു ഹാവ് ആൾ പിക്സ് ആൻഡ് പ്ലേസസ്, ഓൺലി യു ഹാവ് ടു തിങ്ക് ആൻഡ് ഡു ഇറ്റ്. ആ ഒരു അസംബ്ലിങ് പ്രോസസ്സിന് ഈ ഒരു ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര ചാർജ്ഡായി ഇത് കിട്ടിയപ്പോൾ. മെറ്റാഞ്ചേരി എന്നുള്ളൊരു പ്രൊജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിങ്. കാരണം ഞാനിതേപോലെ നമ്മളിങ്ങനെ ഈ ഒരു ആർട്ടുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ഇതും ഈ എൻജിനീയറിങ് ജോബിൽ ഉള്ളൊരു മടുപ്പും ഒരു മിഡ് ലൈഫ് ക്രൈസിലെത്തും എല്ലാവരും. കുറച്ച് കഴിഞ്ഞാൽ ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേറ്റ് സംഗതിയിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. അതായത് നമ്മുടെ എന്താ പറയുക വീക്കേനെ കുറേ ഇനി ബാക്കി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ശേഷം എന്താ പറയുക ഇതല്ലോ ആ നിലനിൽപ്പിയത്തിൽ പറയുന്നത് ഇനി മരിച്ചാൽ മതി. ഒരു 45 ഒക്കെ ആകുമ്പോഴേക്കും ഒരു കോർപ്പറേറ്റ് അനിമലിന്റെ അയാളുടെ ലെവലിലെത്തി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ശേഷം ചിന്ത്യം എന്ന് പറയുന്നത് ചിന്ത്യം അല്ലെങ്കിൽ നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് നിർവ്വാണ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. ഒന്നും അറിയാതെ ഇങ്ങനെ ഒരു ഓഫീസിൽ നല്ല AC റൂമിലിരിക്കും, ഒരുപാട് ശമ്പളം കിട്ടും, ആരായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല.
പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസത്തിൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും, നിങ്ങൾ വേറൊരു കമ്പനിയിൽ പോകുന്നു. അങ്ങനെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു അബ്സർഡിറ്റിയും എല്ലാം എനിക്ക് മടുത്തിരുന്നു. അപ്പോൾ ഞാനത് വിട്ടിട്ട് ഈ ആർട്ട് ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. അപ്പോൾ ഞാനും ആ സമയത്തും സ്ഥിരമായിട്ട് ഒരു 2016 ഒരു 15 മുതൽ സ്ഥിരമായിട്ട് റിയാസ് കോമുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങൾ ഒരു സ്ഥിരമായിട്ട് കാർട്ടൂൺസ് കാണും. റിയാസ് ഒരു പ്രോസസ്സിൽ ആ ഒരു ഇതിൽ ഒരു ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ നമ്മളൊരു അങ്ങനെ ഞങ്ങൾ അപ്പം 2018 ബിനാലേക്ക് ഒരു കൗണ്ട് ഡൗൺ സീരീസ് ഉണ്ടായിരുന്നു. ബിനാലെ ഒരു 100 days കൗണ്ട് ഡൗൺ, ഓരോ ദിവസവും ഓരോ കാർട്ടൂൺ. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആർട്ട് റിലേറ്റഡ്, അത് പിക്കാസോ വാൻഗോഗിനൊക്കെ നമ്മൾ ഇവിടെ തെങ്ങിൻ്റെ മുകളിൽ കയറ്റി, ദാലി തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കള്ളു കുടിക്കുന്നത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അത് ദാലി മുണ്ടൊക്കെ ചുറ്റിയിട്ട് നമ്മുടെ മട്ടാഞ്ചേരി കൂടെ നടക്കുന്നു. പിന്നെ പിക്കാസോ, വാൻഗോഗ്, അങ്ങനെ കുറേ ഇവരെയൊക്കെ ഒരു 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 എന്താണ് മലയാളി ആർട്ടിസ്റ്റ്, ബടിയനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഇയാൾ ഈ ലോകത്ത് കൂടെ കാണുന്നത് അയാളുടെ ക്യാൻവാസിൽ നിന്ന് ആ രൂപം ഓടിപ്പോവാണ്. ഒരു ചിത്രം വരയ്ക്കും അയാൾ. ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു എന്താണ് ഈ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, ഈ എന്താണ് കുരുത്തോല കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ പോലത്തെ ഒരു സാധനം ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ഇതിനെ ചേസ് ചെയ്ത്, അപ്പോൾ ഇതിങ്ങനെ പല പെയിൻറ്റിങ് ആർട്ടിസ്റ്റുകളുടെ ഇടയ്ക്കാണ് പോകുന്നത്. പിക്കാസോ, വാൻഗോഗ്. അപ്പോൾ പിക്കാസോ അതിനെ മാറ്റി വിടും, കളറാക്കി വിടും. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ഓട്ടവും അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന കുറേ ആർട്ടിസ്റ്റുകളും കുറേ ആർട്ടും കുറേ ഫോംസ്. അപ്പോൾ ഈ ഗോർണിക്ക എന്നുള്ളതല്ലേ, ഈ പിക്കാസോൻ്റെ ഗോർണിക്ക ഞാൻ ചെയ്യുന്ന ഈ ഗോർണിക്ക പെയിൻറ്റിങ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ആ ലാസ്റ്റ് പെയിൻറ്റിങ്ങിന് മുകളിൽ ഒരു ബാസ്കറ്റ് ബോൾ വെച്ചു. അപ്പോൾ ഈ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഒരു ബോംബ് വീട് കഴിഞ്ഞാൽ അപ്പുറത്ത് 2 പശു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പശു അല്ല 2-3 കുതിരകളും ഉണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാനൊരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ബോംബ് വരുന്നത്, അതിന് ബിഫോർ ഗോർണിക്ക ഒരു കാർട്ടൂണാണ്, നോട്ട് റിലേറ്റഡ് ടു. അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു വേറൊരു ഹ്യൂമർ സാധനം അത് നല്ല രീതിയിൽ പോയി. അപ്പോൾ റിയാസായിട്ട് കണക്ഷൻ. അപ്പോൾ 2000 ഈ CA ബോയിലിംഗ് വെസൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 22 ഡിസംബറിൽ റിയാസായിട്ട് നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഈ അന്വേഷണത്തിൻ്റെ സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ ഈ അനിമേഷനും അതിൻ്റെ ഒപ്പം തന്നെ മെറ്റാവേഴ്സിൽ ഞാൻ കുറച്ച് കൈയെടുത്തി. കാരണം മെറ്റാവേഴ്സിൻ്റെ കുറേ എക്സ്പെരിമെൻ്റൊക്കെ നടക്കുന്ന സമയമാണ്. ഫേസ്ബുക്ക് മെറ്റാവേഴ്സ് കമ്പനി വരുന്നു, പിന്നെ ദിസ് ഗോയിങ് ടു ബി ദ വേൾഡ്, അപ്പോൾ AR ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി. അപ്പോൾ ആ ഒരു സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനത് കുറേ പ്രൊജക്റ്റൊക്കെ ചെയ്തു. ഞാൻ ARലും ഞാനല്ലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിതേപോലെ ARൽ കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ ഉണ്ടാക്കി വെറുതെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് വെറുതെ എൻ്റെ പേജിലിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ 2.1 മില്യൺ ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇറ്റ്സ് ഡിഫറെൻറ്റ് വേൾഡ്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു പൾസ് മനസ്സിലായി. അപ്പം ആ സമയത്ത് റിയാസിനടുത്ത് പറയുന്നത് നമുക്ക് മട്ടാഞ്ചേരിയെ കുറിച്ചിട്ടൊരു സാധനം ചെയ്യണം. അപ്പം ഞാൻ നമുക്കൊരു വിൽ ബ്രിങ് മെറ്റാവേഴ്സിന് പറ്റാം. അത് ഭയങ്കര ഒരു ടെക്നിക്കലി ഭയങ്കര ചാലഞ്ചുള്ള സാധനം. അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. ഈ ടെക്നിക്കൽ പോസിബിലിറ്റി എനിക്ക് അറിഞ്ഞില്ല. എനിക്ക് എൻ്റെ ക്രിയേറ്റീവ് പോസിബിലിറ്റി അറിയാമായിരുന്നു. എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ ARന് കുറേ ഈ കണക്ടിവിറ്റിയുടെ 5G ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടത്. അപ്പം നമുക്കൊരു മെറ്റാഞ്ചേരി എന്നുള്ള സാധനം ചെയ്യാം. അതുകൊണ്ട് നമ്മൾ കുറേ റെഫറൻസ് ഇതൊക്കെ എടുത്തിട്ട് ഞാനൊരു മെറ്റാവേഴ്സ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു. അത് 1-2 മാസത്തോളം ഞാൻ കുറേ സാധനങ്ങൾ ചെയ്യുന്നു. പക്ഷേ അതെവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ കുറേ എണ്ണം ചെയ്യുക എന്നല്ലാതെ അപ്പോൾ ഇറ്റ് വാസ് നോട്ട് മൂവിങ് വെൽ. പിന്നെ എനിക്ക് തോന്നിയത് ശരിയാവില്ല. അപ്പം ഇപ്പോൾ പെട്ടെന്ന് ഡെഡ് ലൈൻ എത്താൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സംതിങ് ഹാസ് ടു ബി ഡൺ. നമ്മൾ ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് ഈ ടെക്നോളജി, റിയാസ് പലപ്പോഴും നിങ്ങളെന്തിനാണ് ഈ ടെക്നോളജി പിന്നാലെ പോകുന്നത്? നിങ്ങൾ ആൾറെഡി ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് നിൽക്കാതെ അപ്പോഴേക്കും നിങ്ങൾ അടുത്തേക്ക് പോകുന്നതാണ് പ്രശ്നം. നമ്മൾ ഒരുപാട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റോറി അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി ഗ്രാഫിക് നോവൽ സ്റ്റൈൽ അനിമേഷൻ ചെയ്യാം. മൈ ട്രിപ്പ് ടു മട്ടാഞ്ചേരി വിത്ത് മെറ്റാവേഴ്സ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റും പിന്നെ ഞാനിതൊരു ആക്ച്വലി ഇപ്പോൾ മട്ടാഞ്ചേരി ഒരു 10-15 ദിവസം ബിജു ഇബ്രാഹിമിൻ്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ബിജു മട്ടാഞ്ചേരിയെ കുറിച്ച് ഒരുപാട് കഥകളും അല്ലെങ്കിൽ ഹി നോസ് അബൌട്ട് മട്ടാഞ്ചേരി. 3 വർഷം അവിടെ
വർക്ക് ചെയ്ത് ഒരുപാട് എല്ലാ കോർണേഴ്സും അറിയുന്നുണ്ട് ബിജു, അറിയില്ലേ? ബിജു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു വെരി വെൽ നോൺ ഫോട്ടോഗ്രാഫർ. ഞങ്ങൾ റിയാസ് പറഞ്ഞു യു ഗോ വിത്ത് ഇവർക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പാണ് ഈ മട്ടാഞ്ചേരി വന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത് വേറൊരു ഹ്യൂമർ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് മുഴുവൻ സമയത്ത് ഈ മട്ടാഞ്ചേരി നിങ്ങൾ വേറൊരു ആംഗിളിൽ കണ്ടുകൂടെ? അതായത് എന്താണ്, നമ്മൾ മട്ടാഞ്ചേരി പോയി കഴിഞ്ഞാൽ അതിനെ ഭയങ്കര നോട്ട് ഡിസ്കാർഡിങ് ദിസ് വാല്യൂ. പക്ഷെ ഞാൻ വിചാരിച്ചതിനും തമാശ രീതിയിൽ എന്താണ് ഈ മട്ടാഞ്ചേരിയിലുള്ളത്, ആ ആംഗിൾ എടുത്തപ്പോൾ അതിനൊന്ന് വേറെ രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു ഹ്യൂമർ ടച്ച് വെച്ചിട്ട് എൻ്റെ ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു. ഞങ്ങൾ പോകുന്നു, പിന്നെ ഞാനവിടെ വാസ്കോഡഗാമയും CR7 അപ്പോൾ ഞാൻ ഓരോ ആഴ്ചകളിൽ പോയി താമസിച്ചിരുന്നു അവിടെ. അപ്പോൾ ഓരോ ആഴ്ച പോകുമ്പോഴും മട്ടാഞ്ചേരിയിലത്തെ ഹാപ്പനിങ് വാസ് ഡിഫറെൻറ്റ്. ആദ്യത്തെ എപ്പിസോഡ് 7 മിനിറ്റ് ചെയ്ത സമയത്ത് മട്ടാഞ്ചേരിയിൽ നടന്നത് ഫുട്ബോളായിരുന്നു. അപ്പോൾ ഇത് വരുന്നതന്നെ ഫുട്ബോൾ വെച്ചിട്ടാണ്, ഫുട്ബോൾ മെസ്സി. അപ്പം ആ സമയത്ത് CR7 പ്രശ്നമായിട്ട് ഇങ്ങനെ എന്താണ് ലാസ്റ്റ് ഫൈനൽ കളിച്ചില്ല, സെമി ഫൈനലിൽ ഒഴിവാക്കിയില്ല. ആ സമയത്താണ് അപ്പോൾ ഈ CR7 വാസ്കോഡഗാമയും തമ്മിലൊരു രണ്ടുപേരും പോർച്ചുഗീസ് ഫോർവേഡാണ്, ഒന്ന് ഫുട്ബോളിലും മറ്റേത്. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെ കുറേ കൊണ്ടുവന്നു. അതൊരു ട്രിപ്പായിട്ട് വന്ന് അവസാനം ഒരു 30 മിനിറ്റ് അനിമേഷനായി. അത് മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കൊണ്ടാണ് ഞാനൊരു 30 മിനിറ്റ് അനിമേഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നാണ് ഈ ഒരു മെത്തേഡ് കണ്ടുപിടിക്കുന്നത്. അതിന്ന് ഇവോൾവ് ചെയ്ത നെക്സ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ ഈ ബറോസിൽ ചെയ്തത്. കാരണം അതിനെ ഈ 2D അനിമേഷൻ 3D അനിമേഷൻ ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഇതാണ്. അതായത് 2D ചെയ്യുന്നത് 3D ചെയ്യാൻ പറ്റില്ല. യു വിൽ നോട്ട് ബി ഏബിൾ ടു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മറ്റേ പാരലൽ സിനിമയും കൊമേഴ്സ്യൽ സിനിമയും പോലെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം 2D കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത് ഭയങ്കര അബ്സ്ട്രാക്ട് പോസിബിലിറ്റി. യു ഹാവ് ഓൺലി ദ വൈറ്റ് സ്പേസ്. നമുക്കത് എങ്ങനെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡും പിന്നെ എളുപ്പമാണ് കുറച്ചുകൂടി കമ്പയർഡ് ടു എന്താ പറയുക ഈ 2D-യെക്കാട്ടിലും ഫ്രെയിം ടു ഫ്രെയിം വരച്ചുണ്ടാക്കണം. എളുപ്പം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഗൈൻ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കൈ ഉണ്ടാക്കണം, അത് മോഡൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ കൈ ഉണ്ടാക്കാൻ ഇതേ ഫ്രെയിംസ്, ഈ നഖത്തിൻ്റെ ടെക്സ്ചർ, ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട്, റിഫ്ലക്ഷൻസ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നോളജി ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണുന്നത്? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഷൂട്ട് ചെയ്താൽ പോരെ. ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതേപോലെ ഈ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് ഇപ്പോൾ 3D അനിമേഷനിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ആക്ടേഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ടിപ്പിക്കലായിട്ടുള്ള ജിം കാരി ഒരു പട്ടിയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അത് ജിം കാരി ആയിരിക്കും, പട്ടിയുടെ മുഖം ഉണ്ടാവില്ല. പക്ഷെ അതല്ലല്ലോ, ദെൻ യു ക്യാൻ മേക്ക് ആസ് വെൽ ജിം കാരി കേട്ടോ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു എന്താണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇവോൾവ് ചെയ്യണം മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഈ കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് മിനിമലായിട്ട് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അതേപോലെ ഒരു സ്റ്റോപ്പിംഗ് നമ്മുടെ ഈ ടെക്നോളജിയിൽ നടത്തണം. ഇവിടെ മതി, ഇതിനോട്ട് മുന്നോട്ട് ടെക്നോളജിയുടെ പോസിബിലിറ്റി മുഴുവനായിട്ട് ആ നിലയിലേക്ക് ഞാനല്ലേ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നു എന്നല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഒരു എക്സ്പ്രഷൻ്റെ ഒരു ഒറിജിനാലിറ്റി എവിടെയാണെന്നുള്ളത്. അത് ആക്ച്വലി എന്താണ്, ഇറ്റ് ജസ്റ്റ് വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ നരേഷൻ. ഇറ്റ്സ് എ നരേഷൻ. അപ്പോൾ ഈ നരേഷൻ ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. ഈ നരേഷൻ ചെയ്യുന്ന പാത്ത് സെക്കൻഡറിയാണ്. ഇപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ട്രഡീഷണലായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പാത്താണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം എൻ്റെ ഇപ്പോൾ അനിമേഷനിൽ പലരും പറഞ്ഞ അതിൽ എന്താണ് ഈ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത് നിങ്ങളെന്തിനാണ് വൈ ആർ യു കമ്പയറിങ് വിത്ത് എന്താണ് അതർ ഫോം? ദിസ് ഈസ് ഐ എം നോട്ട് ടെല്ലിങ് ഇറ്റ്സ് അനിമേഷൻ, ഇറ്റ്സ് എ ഫോം ഓഫ് മേ ബി ഫോക്ക്, ഡാൻസ്, മ്യൂസിക് എല്ലാം കൂടിയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് എൻ അവെയർനെസ് കൈൻഡ് ഓഫ് എ തിങ്. അപ്പോൾ അത് കാരണം അങ്ങനെയാണത് ചിരിക്കുന്നത്, അങ്ങനെയാണത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പം ഈവൻ രാജീവ് കുമാർ സാറൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. പുള്ളിയും ഇതേപോലെ ഞാൻ ഇതിന്ന് എനിക്ക് കുറച്ചും കൂടിയും ഇതാവുന്ന രാജീവ് കുമാർ സാറിനോ ഇതിൽ സ്റ്റിക്ക് ചെയ്യണം. എനിക്ക് പറഞ്ഞ പോലെ തന്നെ വാട്ട് പാരാമീറ്റേഴ്സ് മേക്സ് എന്താണ് അങ്ങനത്തെ ഒരു ഫോം അല്ലല്ലോ അത്. ഇപ്പം നിങ്ങളൊരു സിനിമ ഹിറ്റായോ ഇല്ലയെന്ന് പറയാൻ കളക്ഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. റീച്ച് ഈസ് വൺ തിങ്, അത് ഡെഫിനറ്റ്ലി റീച്ച് ചെയ്യുന്നു. പക്ഷേ റീച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ
ഇതിൽ വ്യത്യാസം വരുത്തുന്ന സമയത്ത് ദെൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പഴം തിന്നുന്ന വീഡിയോ പോലെ അങ്ങനത്തെ സാധനങ്ങളിലേക്ക് അതല്ല ഈ പൊല്യൂഷനിൽ പെടാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ടാർഗറ്റ്. ഐ ഫൈൻഡ് ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്. കാരണം വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അനിമേഷൻ മേക്കിംഗ് ഓർ ഇൻഡിപെൻഡൻറ്റ് വാട്ട് എവർ, ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് നോ classification film അല്ല, എനിത്തിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ വിഷ്വൽ മീഡിയ. അത് ഫിലിമിനോട് ഏകദേശം അടുത്ത് തന്നെ നിൽക്കുന്ന സാധനമാണ് അനിമേഷൻ. അതായത് അനിമേഷൻ ഫിലിം ഒരു ഇൻ ടേംസ് ഓഫ് എന്താ പറയുക, ഒരു സ്റ്റോറി ടെല്ലിംഗ്. ഇപ്പം മൂവി ചാനലൊക്കെ കണ്ട ഒരുപാട് ലേറ്റസ്റ്റ് അനിമേഷൻസ് വരുന്നുണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ്. അത് 20 മിനിറ്റും 15 മിനിറ്റും ഒക്കെ കാണിക്കുന്നു. അതേപോലെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇപ്പോൾ പെർസപ്പോളീസൊക്കെ വന്നിട്ടുണ്ട്, 2D അനിമേഷൻസ്. അങ്ങനെ സീരിയസ് ആയിട്ട് അനിമേറ്റഡ് മൂവീസും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു കോമ്പിനേഷൻ ഓഫ് അനിമേഷൻ, വിർച്വൽ അനിമേഷൻ പ്ലസ് ആക്ച്വൽ ഷൂട്ടിംഗ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ. ഇപ്പം ഞാൻ ഇവോൾവ് ചെയ്യുന്ന ഒരു പുതിയൊരു മെത്തേഡ് ഗ്രാഫിക് നോവൽ അനിമേഷൻ്റെ. മെറ്റഞ്ചേരി വാസ് ഗ്രാഫിക് നോവൽ അനിമേഷൻ. ലൈക്ക് നമ്മളൊരു ഗ്രാഫിക് നോവൽ ഇപ്പോൾ സബ്രീന പോലത്തെ ഒരു ബുക്ക് വായിക്കുന്ന, അല്ലെങ്കിൽ ഇത് വേൾഡ് ക്ലാസ് ആണ്. നമ്മൾ ട്രൈ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു നരേഷൻ വെച്ചിട്ട് ലൈൻസ് ഉണ്ടാവും, ഷെയ്ഡ്സ് ഉണ്ടാവും, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് പിന്നെ അതിലൊരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഹ്യൂമറും. അത് അങ്ങനത്തെ ഒരു അക്കി കരുസ്മാക്കി എടുക്കുന്ന സിനിമല്ലേ. അത് ഒരു ഫ്രെയിമിൽ ഒരാൾ ലെഫ്റ്റിലേക്ക് വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു. അതായത് വലിയ എക്സ്പ്രഷൻസ് ഒന്നുമില്ല മുഖത്ത്. അത് നിങ്ങൾ ചായ കുടിക്കുന്നു, എനിക്കും വേണം ചായ കൊടുക്കുന്നു, രണ്ടുപേരും പിരിയും. ഇങ്ങനത്തെ ഒരു ഞാൻ ഇൻസിഡൻ്റിൽ അക്കി കരുസ്മാക്കിയുടെ സിനിമ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കണ്ടു. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഫ്രെയിമിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയിട്ട് 2 പേര് ഇത് എനിക്കുണ്ടാക്കാൻ പറ്റും. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പേസ്, അങ്ങനത്തെ ഒരു പേസ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ ഒരു അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോംസ് ഒക്കെ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോംസ് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട്, എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ഇതിന് നമ്മുടെ മുഖത്തിൻ്റെ ഞാൻ തന്നെ ഒരു ഷേപ്പ് ഡിറൈവ് ചെയ്തെടുത്തു ഈ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് ഫേസ് മോഡൽസ് ആവില്ല, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള. അപ്പോൾ അതിന് ഐ കം ടു ദാറ്റ് മേ ബി വൺസ് ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ഔട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ആണിപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ പറയുന്നില്ല, ഐ എം ഡിസ്കസിങ് വിത്ത് ഫ്യൂ വെരി ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ട്സ്. സോ ഹോപ്പ്ഫുള്ളി I was a born artist, born cartoonist, I can say. Like, കാരണം ഞാൻ ഓർമ്മ ഉള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പം ചോക്ക് ഇഷ്ടം പോലെ കിട്ടും. അന്ന് ഈ റെഡ് ഓക്സൈഡിൻ്റെ ഇതായിരുന്നു, കുറച്ച് പരുത്ത പ്രതലത്തിൽ വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം കണ്ട് ഞാൻ വരച്ച കാർട്ടൂൺസ് ആയിരുന്നു. അതിങ്ങനെ ചെറിയ കുട്ടി എപ്പോഴും നമ്മൾ ഈ എന്താ പറയുക, ഒരു ഡിസ്റ്റർബ്ഡ് ചൈൽഡ് വരയായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. എപ്പോൾ കിട്ടിക്കാലും ഇങ്ങനെ. പിന്നെ ഇറ്റ് വാസ് ദേ വിത്ത് മീ ഓൾവേസ്. അത് ഞാൻ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിരിക്കുന്നില്ല. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ആക്ച്വലി ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പെൻസും ഒരു പെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ അപ്പോൾ ചിലപ്പോൾ അവസാനം ഒരു ചിത്രം വന്നിരിക്കും. അപ്പോൾ ഞാൻ ഈ കോർപ്പറേറ്റ് ലൈഫിൽ ആകെ ചെയ്യുന്ന ഈ സ്ക്രിബ്ലിംഗാണ്. അപ്പോൾ എൻ്റെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ടെക്നിക്കൽ ഡിസ്കഷനൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ പ്രൈസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ടെക്നിക്കൽ ജോബ് ഇടലുണ്ടാവും. 80% സ്ഥലവും ഇങ്ങനെ എന്തെങ്കിലും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കുറേ ചിത്രങ്ങളും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വരച്ചിരുന്നു. പക്ഷേ ഞാനൊരിക്കലും ഈ കോമ്പറ്റീഷനൊന്നും പോയിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 5ാം ക്ലാസ് 6th or 7th പഠിക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷന് പിടിച്ചുകൊണ്ടായി വരയ്ക്കുന്നൊക്കെ കേട്ട് നന്നായി വരയ്ക്കും. അപ്പോൾ എനിക്ക് അവിടെ വേറെ സ്കൂളിൽ പോകാം, അവിടെ പോയിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറും. അപ്പം പിന്നെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മാർക്കുകളൊക്കെ ഉണ്ടാവും ഈ പെൻസിലിന്. കാരണം അതിൻ്റെ വൃത്തിയൊന്നും എനിക്കറിയില്ല. സാധാരണ ഈ ബോർഡറൊക്കെ ഇട്ട് വരയ്ക്കും. അതിൻ്റെ ഈ ടീച്ചർമാർ പറഞ്ഞിരിക്കുന്ന പോകുന്ന സമയത്ത് ആദ്യം 4 ദിവസമായിട്ട് ബോർഡർ ഇടണം, പെൻസിൽ, സ്കെയില്. ഈ ബോർഡർ ഇടുമ്പോൾ തന്നെ വര തെറ്റിയോ എന്നുള്ള പേടി. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം ഞാൻ ആകെ ടെൻഷൻ ഇരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തൊരു പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ആ കുട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡ്രസ്ഡായിട്ടാണ് വന്നത്. കാരണം എന്താ വെച്ചാൽ നാടോടി നൃത്തത്തിന് പോയിട്ട്, അല്ല പ്രൈസില്ല,
ഇവളുടെ തന്നെ പേര് വിളിച്ച് കഴിഞ്ഞാൽ നാടോടി നൃത്തം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എന്നിട്ട് ആ ഗ്യാപ്പിൽ ചിത്രം വരയ്ക്കും. അത് കഴിഞ്ഞ് കവിതാ പാരായണമുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10-15 അല്ല 7 ആക്ടിവിറ്റി ഉണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടാണ് ഇവള്. പിന്നെ ഒരു പക്ഷേ ഓട്ടത്തിലും ഉണ്ടാവും. എന്താണ് ഈ 100 മീറ്റർ ഓട്ടത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇവള് വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് വന്നുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് തോന്നുന്നു അച്ഛൻ അവിടുത്തെ സ്കൂൾ മാഷിക്കണം ഒരു ഫ്ലാസ്കിൽ ചായ എടുത്ത് കൊടുക്കുന്നു. ഇവള് വരുന്നു ബോർഡറൊക്കെ റെഡി ആയിട്ട് പിന്നെ എന്തോ ഒരു സാധനം വരയ്ച്ചാൽ സൂര്യൻ, മല, തെങ്ങ് എല്ലാം റെഡിയാണ്. നമ്മൾ തെങ്ങൊക്കെ വരയ്ക്കുമ്പോഴേക്കും തെങ്ങിൻ്റെ ഓല പോകുന്നു. ഞാൻ ആ കൺഫ്യൂഷൻ ആകെ വേർത്ത് മൊത്തത്തിലൊരു അടിപൊളി അബ്സ്ട്രാക്ട് ചിത്രമാവുന്നു. കാരണം ഈ തെങ്ങിൽ കുറേ വേർപ്പ്, അത് തുടച്ച മാർക്ക്, പിന്നെ ഇപ്പുറത്തുള്ള കുറേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അകല ഞാനത് പിന്നെ ആ പരിപാടി പോയിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നാമത് അതൊണ്ടോ ഒന്നാമത് ശരിയല്ല. കാരണം നിങ്ങളൊരാളെ വിളിച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പ്രകൃതി വരയ്ക്കണമെന്ന് പറയുന്നത് അത് 6ാം ക്ലാസ്സിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ചന്ദ്രനും സൂര്യനും ഒരു തെങ്ങും ഒരു മലയും പിന്നെ ഒരു വീടും അപ്പോഴും അപ്പൊ ഇതിൽ ഞാൻ ഫെയിൽഡായി. അത് കാരണം കൊണ്ട് ആ പരിപാടിക്കുന്നില്ല. പിന്നെ ഞാൻ തടി കഴിച്ചില്ലേ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവും ഈ എന്താ പറയാ ഈ പിന്നല്ല. അപ്പൊ അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ് അപ്പൊ വരാന്നുള്ള സാധനം ഇങ്ങനെ ഒപ്പം ബുക്കുകളിലൊക്കെ കൊണ്ടു നടക്കും. പിന്നെ മേജർ പിന്നെ എൻ്റെ എന്താണ് അമ്മാവനും വരച്ചിരുന്നു, തുപ്പേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു പുള്ളിയുടെ റൂമിലിരുന്ന് പുള്ളി വരയ്ക്കുന്ന ഭയങ്കര ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നല്ലൊരു ഇൻട്രാക്ഷൻസ് ഉണ്ട് അമ്മാവനോട്. അമ്മാവൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ. അപ്പം ഈ അമ്മാവനും അസുഖമുള്ള ആളായിരുന്നു. അപ്പോൾ അത് ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വരയ്ക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നില്ല. വരയ്ക്ക് ശരിയാണോ എന്ന് ചോദിക്കണം. കാരണം ഞാൻ അങ്ങനെ കാണിച്ചു, ഞാൻ വരച്ചു, ഹാപ്പിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ കാർട്ടൂൺസൊക്കെ ഞാനിങ്ങനെ ഏകദേശം എന്താണ് അന്ന് വിജയൻ്റെ അങ്ങനെ മാതൃഭൂമിയിൽ കാണുന്ന പോലെ, പിന്നെ അരവിന്ദൻ്റെ പഴയ മാഗസിൻസും അപ്പോൾ ഇതൊക്കെ തലയിൽ കയറിയിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് തോന്നുന്നൊരു പ്രീ ഡിഗ്രി സമയത്തൊക്കെയാണ് നമ്മൾ സി പി രാമചന്ദ്രൻ പറളി വരുന്നത്. പുള്ളി ഇതൊക്കെ എന്താണ് ഡൽഹിയൊക്കെ വിട്ടിട്ട് പറളി വന്ന്. അപ്പം ഇങ്ങനെ ഒരു ടീമുണ്ട്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ട് വൈകുന്നേരം സി പിയുടെ അവിടെ കുറച്ച് പേര് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഏട്ടമ്മ വിളിക്കുക, സി പി അടുത്ത് പോയിട്ട് കുറച്ച് പേരിക്കും. അപ്പോൾ ഞാൻ ഏതോ വരച്ചൊരു സാധനം സി പിക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ സി പി അറിയാലോ, സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അംഗീകരിക്കാത്ത മനുഷ്യൻ. അതായത് തഗ് എന്നൊക്കെ പറഞ്ഞാൽ അൺബിലീവബിൾ തഗ്ഗായിട്ടുള്ള ഒരു മുണ്ടൊക്കെ ചുറ്റി നടത്താൻ അത് ഇസ് ഗുഡ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇത് അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല. ഞാൻ വേറെ വരച്ചപ്പോൾ അപ്പോൾ ഉള്ളി എന്നിട്ട് ഒരു പഞ്ച് ബുക്ക് എനിക്ക് തോന്നുന്നു, ഒരു പഞ്ചിൻ്റെ ഒരു കളക്ഷൻ, കാർട്ടൂൺ കളക്ഷൻ. അത് ഓൾമോസ്റ്റ് അൺബിലീവബിൾ ബുക്കായിരുന്നു. ഈ ബറോസിൻ്റെ എക്സ്പീരിയൻസ് പോലെ വേറൊരു ഇതായിരുന്നു. കാരണം ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുൾ ഓഫ് കാർട്ടൂൺസ് ആൻഡ് ബ്യൂട്ടിഫുൾ കാർട്ടൂൺസ്. അതായത് നമ്മൾ ഇതുവരെ കാണാത്തൊരു കാർട്ടൂൺ. കാരണം നമുക്ക് കാർട്ടൂൺ ആ സമയത്ത് ബിയാൻ ഗഫൂറിൻ്റെ കാർട്ടൂൺസ് അല്ലെങ്കിൽ വിജയന്റെ കാർട്ടൂൺ, വിജയന്റെ അതെ, പക്ഷെ അത് നമുക്ക് ഇവിടെ എത്തില്ല. മലയാളിക്ക് കേരളത്തിൽ എന്നുള്ള അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കിട്ടുന്ന കാർട്ടൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ അതായത് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഈ ആരോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട്, കരുണാകരനെ സൈഡിൽ നിന്ന് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ എന്ന് പോലെ ഉണ്ട്. കരുണാകരനെ സൈഡിൽ നിന്ന് വരയ്ക്കാൻ പാടുള്ളൂ എന്നൊരു റൂളുണ്ട്. അത് തെറ്റിച്ച് കോപ്പീഷനാണ് തോന്നുന്നു. കാരണം അങ്ങനെ റൂളുണ്ടായിരുന്നു, എല്ലാവരും സൈഡിൽ നിന്ന് വരച്ചെന്ന് കരുണാകരൻ. ഓർമ്മയുണ്ട് കരുണാകരനെ മൂക്കും ഒരു ഇതും ഈ ആരും ആദ്യം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കോപ്പീഷനായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഒരു ഇത് മാത്രം. അപ്പോൾ അതിനാണ് ഈ പഞ്ച് കിട്ടുന്നത്. അതിലത്തെ കാർട്ടൂൺസ് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. അതിലത്തെ കാരണം ഈ ഹ്യൂമർ എന്നുള്ളൊരു സാധനം ഇൻബിൽട്ടാണ്, അത് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമല്ല. കാർട്ടൂൺ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം വരുന്നൊരു പ്രോസസ്സിൽ വരുന്നൊരു സാധനം ആണ് സംതിങ് ഇന്നേറ്റ് എന്ന് പറയുന്നത്. അതെ, ഇന്നേറ്റ്. അത് ഇതിൻ്റെ കോമ്പിനേഷൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നു. ഈ വരയുടെയും ഈ ഹ്യൂമറിൻ്റെയും പിന്നെ ഈ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ഒരു ഭാവം, ഈ മൂന്നെണ്ണാണ് ഇതിൽ വർക്ക് ചെയ്തത്. അപ്പോൾ കാർട്ടൂണിസ്റ്റ് ഉണ്ണിയാൻസിന് ഇവരൊക്കെ നമുക്ക് ഒരുപാട് കാലമായിട്ട് അറിയാമല്ലോ. അവർ ഈ ഒരു കോമ്പിനേഷനാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അത് ശരിക്കും സത്യം ഒരു തപസ്യാണ്. ഇറ്റ് നീഡ് സം കൈൻഡ് ഓഫ്
എന്താ പറയുക, നമ്മൾക്കതൊരു മെഡിറ്റേറ്റീവ് പോലെ പോകുന്നൊരു കാര്യമാണ്. അതിന് പാരലി ഒരുപാട് മ്യൂസിക്കോ എല്ലാം പോവും. ആൾ ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ എന്താ പറയുക എൻറ്റയർ. അപ്പോൾ ഈ ഒരു പഞ്ച് കിട്ടിയതോടെ നമ്മൾ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ കാർട്ടൂണിനെ കാണുന്നതും ഒബ്സർവ് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ് മാറി. ആൾമോസ്റ്റ് ഇത്ര വലിയ ബുക്കാണ് അത് ഓരോ ദിവസവും വായിച്ചും അകത്തെ സാധനങ്ങൾ വരച്ചും കുറേ ആക്ച്വലി ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് പോലെ ഒരുപാട് എന്താണ്, എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷെ ഒരുപാട് വെരി ബാഡ് ഇൻ എന്താണ് മെമ്മറി, റിക്കളക്ട് നെയിം. എനിക്ക് ഫേസ് മറക്കില്ല, പക്ഷേ പേര് തെല്ലെങ്കിൽ. അപ്പം കുറേ ഓരോരുത്തരുടെ കാർട്ടൂൺസും ഒരു സ്റ്റൈൽസും നോക്കിയിട്ട് അപ്പോൾ CP ബാബു കഴിഞ്ഞപ്പോൾ CP വാസ് ആക്ച്വലി വെരി മച്ച് ഇൻട്രസ്റ്റഡ്. കാരണം അങ്ങനെ ചില ഹ്യൂമർ കാണുന്ന സമയത്ത് പുള്ളി പറഞ്ഞു ദർ ഇസ് സംതിങ് ലൈക്ക് യു ക്യാൻ. അതിനുശേഷം ഞാൻ എന്താണ്, അതായിരുന്നു ശരിക്കും ടേണിംഗ് പോയിന്റ്. പിന്നെ ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വെങ്കി യൂത്ത് എക്സ്പ്രസ്സിൽ ഫൈൻ ആർട്സ് കഴിഞ്ഞ് ചേർന്നിരുന്നു. അപ്പം മേതിൽ ആദാഷൻ അവിടെ യൂത്ത് എക്സ്പ്രസിൻ്റെ ഇതായിട്ട് വന്നു. അപ്പോൾ പുള്ളിക്ക് എഡിറ്ററായിട്ട്, അപ്പോൾ പുള്ളിക്ക് അന്നാണ് ഈ യൂത്ത് വൈബ് എന്നുള്ളൊരു സാധനം നമ്മൾ ആദ്യം കേൾക്കുന്നത്. കാരണം ഒരു ഡാർക്ക് യൂത്ത് എന്ന് വേറൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സാധനത്തേക്ക് മേതിലിനുണ്ടായിരുന്നു, മേതിലിന് റേറ്റിങ്സ് ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ കൂടെ. അപ്പം എന്താണ് നമുക്ക് വൈ കാൺ ഹി ബി ലൈക്ക് ദിസ്, വൈ കാൺ ഹി ബി എ ജാങ്കോ, അല്ലെങ്കിൽ ആണല്ലോ വൈ കാൺ ഹി ബി എപ്പോഴും നമ്മളൊരു വൈ യു ഷുഡ് ആൾവേസ് ബി ഡാർക്ക് എന്നുള്ള സാധനമല്ലോ. അപ്പം പുള്ളി അങ്ങനെ ഒരു സാധനം കളർഫുള്ളായിട്ടുള്ള ഒരു വൈബ് എന്നൊരു പേരെന്ന് തോന്നുന്നു. അത് കൊണ്ടുവരുന്നപ്പം ഞാൻ എൻ്റെ ചില കാർട്ടൂൺസ് വെങ്കിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ വെങ്കി അത് എനിക്കൊന്ന് ഇയാൾ കണ്ടപ്പോൾ മേതിൽ പറഞ്ഞു ഇത് ഇറ്റ്സ് വെരി നൈസ് കാർട്ടൂൺ, അല്ലെങ്കിൽ ഇത് അങ്ങനെ കുറച്ച് കാർട്ടൂൺസ് പബ്ലിഷ് ചെയ്തു. അത് ഇതേപോലെ കുറച്ചൊരു ഈ പറയുന്ന പോലെ അരുകും മൂലയൊന്നുമില്ലാത്ത കാർട്ടൂൺസാണ്. കാരണം അരുകും മൂലയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വേറെ ഒരു എഡിറ്ററാണെങ്കിൽ ഒരു പക്ഷേ എടുക്കുമായിരുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എനിക്ക് തോന്നിയത് ഇറ്റ്സ് ഗോയിങ് ടു ബി ഐ എം ഗോയിങ് ടു ബി ആനിമേ കാർട്ടൂണിസ്റ്റ് കൊണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തുമായിട്ട് മേതിലിനെ കണ്ടു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് വിട്, ഇവിടെ നിൽക്കണ്ട, ഈ ഒരു സർക്കിൾ അല്ലാതെ യു ഫൈൻഡ് ഔട്ട് യുവർ സെൽഫ്, യു എക്സ്പ്ലോർ. പിന്നെ ഞാൻ അങ്ങനെയാണ് 90s നമ്മൾ നാട് വിടുന്നത്. പിന്നെ വരച്ചിട്ടില്ല. പിന്നെ ഈ സ്ക്രിബ്ലിങ്ങും മറ്റൊന്നും മറിച്ച് പിന്നെ അവിടെ പോയിട്ട് ഈ ഷുൾസിൻ്റെ പീനട്സ് സിനിമയായിട്ട് തോന്നുന്നു. പീനട്സ് മരിച്ച സമയത്ത് ഞാൻ ഒരു കാർട്ടൂൺ വരച്ചിരുന്നു. അതായത് പീനട്സിൻ്റെ ക്യാരക്ടേഴ്സ് മുഴുവൻ ഈ കാർട്ടൂണിസ്റ്റിനെ തന്നെ വേർ ഈസ് ഹി, അങ്ങനെ എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. ഈ ചാർലി ബ്രൗണും എല്ലാ ക്യാരക്ടേഴ്സും പിന്നെ സ്നൂപ്പിയും എല്ലാം ഇങ്ങനെ നിന്നിട്ട് അവർ വേർ ഈസ് ഹി, വൈ വി ആർ നോട്ട് ഇൻ ഫ്രെയിംസ് ഒരു കാർട്ടൂൺ വരച്ചു. അത് പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനത്തെ ഇടയ്ക്ക് ഇങ്ങനെ ചില അറ്റംപ്റ്റ് നടത്തുന്നല്ലാതെ സീരിയസ് ആയിട്ടൊന്നും നടത്തില്ല. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഈ 2012 ഈ മൊബൈൽ വിത്ത് പെൻ വന്നപ്പോഴാണ് നമ്മൾ ചേഞ്ച് വരുന്നത്. എല്ലാവരും നെക്സ്റ്റ് പറഞ്ഞു AI എന്ന് പറഞ്ഞു. ഈ ക്ലീഷാണ് എല്ലാവർക്കും ഉണ്ട്, വാക്ക് കിട്ടി, ഇനി എല്ലാം ആണ്, തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി എല്ലാം ആണ്. ഇവർക്കൊക്കെ വേണ്ട ഒരു ക്ലീഷ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി പിടിക്കുക. എന്താണ് സാധനം എന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അതിന് ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ 80s കമ്പ്യൂട്ടർ വന്നപ്പോൾ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിനെ ഒരുപാട് എതിർത്തിരുന്നു. കാരണം അന്നത്തെ നമ്മളെ കൊണ്ട് കാരണം വി ഹാഡ് ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ റീസൺസ് ഓർ നമുക്ക് ലോകം എന്താ അറിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ഇപ്പോൾ സേതു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ഞാൻ ഈ ലൊക്കേഷൻ മാപ്പ് എടുത്ത് ഇവിടെ വന്ന് ഗൂഗിൾ കറക്റ്റ് ഈ ഇതിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത് ടെക്നോളജിയാണ്. ഇത് അന്ന് നമ്മൾ ഈ കമ്പ്യൂട്ടർ വേണ്ടാന്നുള്ള സമയത്ത് ആലോചിച്ചിരുന്നു ഇതായിരിക്കും ലോകമെന്ന്. മനസ്സിലായോ? ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ സ്പീഡപ്പ് ഭയങ്കര ഫാസ്റ്റാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഒരു 1950 to 1950 ഒരു 50 വർഷത്തെ സംഭവങ്ങൾ, 1950 to 25 ഈ 25 വർഷം കൊണ്ട് ഈ 50 വർഷത്തെ സംഭവങ്ങൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. 25 വർഷം കൊണ്ട് 50 വർഷം കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നൊരു 2000 to 2015 ആകുമ്പോഴേക്കും ഈ 25 വർഷം, കാരണം 50 വർഷത്തെ സാധനങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. ഐ എം ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്നുള്ള സംഭവം. ഞാൻ ഉദ്ദേശിച്ചാൽ ഈ
എന്താണ് ആക്ച്വലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ വേൾഡ് ഫിനോമിന ഹാപ്പൻസ് വെൻ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ്സ്. വി ഹാഡ് ലിമിറ്റേഷൻസ് ഇൻ ലോക്കൽ ലിമിറ്റേഷൻസ്. അതായത് യാത്ര ആദ്യം സ്പേഷ്യൽ ആദ്യം നടന്ന് പോയ ഒരു സാധനത്തിലൂടെ. അപ്പോൾ എനിക്കിപ്പം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നടന്നു പോകുന്നവർ കാണുന്നല്ലാതെ അപ്പോൾ ദോസ് ഓൺലി ദാറ്റ് മച്ച് ഐഡിയ കമ്മ്യൂണിക്കേഷൻ. അവിടെ നിന്ന് ഒരു പുതിയ സാധനം, പിന്നെ കാറോ അല്ലെങ്കിൽ ഓട്ടോ ഇത് വന്ന് പറഞ്ഞാൽ 1950 വരെയുള്ള സമയത്ത് പീപ്പിൾ സ്റ്റാർട്ടഡ് മൂവിങ് അറൗണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ആൾക്കാർ രണ്ടുപേര് കണ്ടു കഴിഞ്ഞാൽ ദർ ഇസ് സം ഡിസ്കഷൻ ഹാപ്പനിങ്. പിന്നെ ടെലിഫോണാണ് 1975 ടെലിഫോൺ എന്നുള്ള സാധനം വന്നു. ഭയങ്കര യു ഡോണ്ട് ഹാവ് ടു ഗോ, യു ക്യാൻ ടോക്ക്, ദേ ക്യാൻ ലിസൺ. അത് ഭയങ്കര ഇതായി. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം വന്നോടെ കംപ്ലീറ്റ് ദ വേൾഡ് ഹാസ് ഗോൺ അപ്സൈഡ് ഡൗൺ. അപ്സൈഡ് ഡൗൺ അതായത് എവറി ഡേ ഒരു ഇപ്പം ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് റീച്ചസ് ടു മേ ബി മില്യൺസ് ഓഫ് പീപ്പിൾ. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ആരും ഐഡിയ ഇല്ല. ഈ എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താണ് എ ഐക്ക് പോലും ഐഡിയ ഇല്ല എന്താ ചെയ്യാൻ. കാരണം എപ്പോഴും വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജി എന്നുള്ള സാധനത്തിന് നമ്മളെപ്പോഴും നമ്മുടെ എനിമി ഉണ്ടാക്കുന്നതാണ് ടെക്നോളജി. മനസ്സിലായി? അത് യു ക്രിയേറ്റ് യുവർ ഓൺ എനിമി ബൈ യൂസിങ്. അതിനാണ് എപ്പോഴും ടെക്നോളജി യൂസ് ചെയ്യുക. ഏറ്റവും ഹയസ്റ്റ് യൂസേജ് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എനിമി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വാറിൻ്റെ നമുക്കറിയാം, വിഷ്വൽ മീഡിയ എല്ലാ ഇതിലും ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുന്നത് ബ്യൂട്ടിഫുൾ EC=MC². അൺബിലീവബിൾ നമ്മുടെ ലോകത്തിനെ മുഴുവൻ കാണുന്ന കാഴ്ചപ്പാട് തിരിച്ചു വരുന്ന റിലേറ്റിവിറ്റി തിയറി. ഈ സാധനത്തിൽ നിന്ന് വന്നൊരു സാധനം അൾട്ടിമേറ്റ്ലി ഇവോൾവ് ചെയ്ത് ന്യൂക്ലിയർ ബോംബിലേക്കാണ്. അപ്പോൾ ഈ AI എന്നുള്ള സാധനം ഇപ്പോൾ നമ്മളൊരു ത്രെട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ വലിയൊരു ത്രെട്ടാണ്. കാരണം നമ്മളുണ്ടാക്കിയ ത്രെട്ടാണ്. അത് നമ്മളുടെ പുറത്തു വരികയും ചെയ്യും. ഇറ്റ് മേ ബി എ ബിഗർ ത്രെട്ട്. ഇപ്പോൾ ബറോസിൻ്റെ പ്രൊമോഷൻ ഞാൻ AI എടുത്ത് പറയണം, ബ്രിങ് എ ഡാൻസ് ബിറ്റ്വീൻ വൂഡു ആൻഡ് എന്താണ് ബറോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഡാൻസ് വരുന്നു എന്ന്. അത് പിന്നെ അത് ചെയ്താൽ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ അതല്ലാതെ ഇതിന് വേറൊരു പ്രോസസ് അതൊരിക്കലും ഇതാവില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് അങ്ങനൊരു ഇത് നടക്കില്ല. അതല്ല നടക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഈ മെർജിങ് നടക്കും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനകത്ത് യൂസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ അതൊരു ആക്ച്വലി ഓർഗാനിക്, ഞാൻ ഉദ്ദേശിക്കുന്നത് ആർട്ടിൽ എസ്പെഷ്യലി ഓർഗാനിക് ആയിരിക്കണം. ഈ ഓർഗാനിക് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എലമെൻറ്റ്സ് വരുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പേഴ്സണൽ ടച്ചും പേഴ്സണൽ എലമെൻറ്റ്സും. അത് എഐക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാൻഗോഗിൻ്റെ പെയിൻറ്റിങ്, ഇപ്പോൾ ഞാൻ എന്താണ് വാൻഗോഗ് ഈ ഒരു കസേര അല്ലെങ്കിൽ ഈ ഒരു കസേര വാൻഗോഗ് എങ്ങനെ വരച്ചു എന്നാണെങ്കിൽ എനിക്ക് ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തരും. അത് വലിയ ടെക്നോളജി ഒന്നുമില്ല, നമുക്ക് ആലോചിച്ചാൽ പോരെ. അത് ചിത്രമായിട്ട് കണ്ടോ. ഇത് ഈ ടെക്നോളജി ഞാൻ വേറെ തമാശ കൂടെ പറയാം. ഞാൻ ഈ ഗൂഗിൾ മാപ്പ് വന്ന സമയത്ത് നമ്മുടെ എൻ്റെ ഒരു ബോസുണ്ടായിരുന്നു, പുള്ളി ഒരു തെലുങ്കനായിരുന്നു. പുള്ളി ഭയങ്കര ടെക്നോളജി എന്തുവാണെങ്കിലും ഉടനെ ടെക്നോളജി കുറിച്ച് ഭയങ്കര വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഇങ്ങനെ ടിപ്പിക്കൽ കോർപ്പറേറ്റ് അനിമലാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചു വിടുന്ന പുതിയ മൊബൈൽ വന്നു കഴിഞ്ഞാൽ പുള്ളി എടുക്കുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ 2013 ഐഫോൺ എടുത്തിട്ട് സി ഗൂഗിൾ മാപ്സ് ഇറ്റ് ക്യാൻ റീച്ച് യു അറ്റ് ഹോം വിത്തൗട്ട് വീട്ടിൽ. അപ്പോൾ I was also wrong that time. Why Google Maps should reach you because you know your house. അല്ല നോ ദിസ് ഇസ് വെരി നൈസ്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു അത് കാണിച്ചു തരും ഏതാണ് ദിസ് ഇസ് പ്ലേസസ്. അപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഭാര്യയും കാണിച്ചു തരുമായിരിക്കില്ല യോ വൈഫ്. ആ ഒരു ലെവലിലേക്ക് ടെക്നോളജി പോകുന്നതാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഇറ്റ് വെൻറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ എടുക്കുന്നത് അല്ലാതെ എല്ലാറ്റിനെയും ഭയങ്കരമായിട്ടുള്ളൊരു തിയറൈസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ തിയറൈസ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം വിക്കി അവൈലബിളാണ്. ഇൻഫർമേഷൻ വാസ് വൺസ് അൻ അസെറ്റ്. ഇൻഫോംഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെൽ റെഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇറ്റ് വാസ് ടേക്കൺ ഗ്രാൻഡഡ് ദാറ്റ് ഹീസ് എ വെൽ റെഡ് മാൻ ഈസ് ഇൻ്റലക്ട് എന്നുള്ളത്. പക്ഷേ വായിച്ചാലും തലയിലൊന്നും കയറില്ല എന്ന് പിന്നീട് മനസ്സിലാവുന്നു. പിന്നീട് ഇവർ കാരണം നോട്ട് ടോക്കിംഗ് എനിവൺ, അതായത് പലരും എങ്ങനെയാ വെച്ചാൽ നമ്മൾ നേരിട്ട് കണ്ട്, അതായത് അവരുടെ റേറ്റിങ്സും അവരുടെ തോട്ട് പ്രോസസും പക്ഷെ അവർ നേരിട്ട് കാണുന്ന നമ്മൾ വ്യത്യാസമുണ്ടല്ലോ. അതിപ്പോൾ സോഷ്യൽ മീഡിയ കാരണം കൊണ്ട് പുറത്തു വരാൻ തുടങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ സാധനം ഒരു ബുക്ക് വായിക്കുന്നു, യു ഗെറ്റ് ഡിലേറ്റഡ് അബൌട്ട് ദ വേ ഹി റോട്ട്.
പക്ഷേ നെക്സ്റ്റ് ഡേ വേറൊരു സംഗതിയെക്കുറിച്ച് വളരെ മോശമായിട്ടൊരു കമൻറ്റ് പോകാൻ ഇത് നന്നായിരിക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻ്റലക്ട് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഒരു ഇതുമാണല്ലോ. അപ്പോൾ അത് വളരെ മോശമല്ല, വളരെ ഒരു ഫ്ലിംസി ആയിട്ടുള്ള ഒരു കമൻറ്റ് അത് പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ വാസ് എൻ അസെറ്റ് ആൻഡ് ഇറ്റ് വാസ് കൺസിഡേർഡ് അസെറ്റ് ആൻ അസെറ്റ്. ഇന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഇസ് എ ബേർഡൻ. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ശരിക്കും ആക്ച്വലി ഇൻ്റലക്ട് ഞാൻ പറയണമെങ്കിൽ ഇൻഫർമേഷൻ ഒഴിവാക്കി ഫിൽട്ടറിങ് ഓഫ് ഇൻഫർമേഷനാണ് ശരിക്കും ആക്ച്വലി വേണ്ടത്. എനിക്ക് ഈ ഇൻഫർമേഷൻ വേണ്ട. കാരണം അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫർമേഷൻ എന്താണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം 100 ഇൻഫർമേഷൻ വരും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നെറ്റിന് എല്ലാവരും എവരി വൺ ഈസ് ഇൻ ടു അല്ല നെറ്റ്. അപ്പം ആ ബേർഡൻ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ കുറച്ചും മുമ്പ് ഈ പഴം ഇതാവുന്നു ഇതൊക്കെ കയറി വരുന്നത്. അപ്പം നമ്മൾ ബോറടിച്ചിട്ട് ഒരു പണിയില്ലാതെ ഇരിക്കുകയാണെങ്കിലും ശരി, ദാറ്റ് ഈസ് മച്ച് I feel creative than getting into this kind of a activity of liking, disliking. അങ്ങനെ ഒരു all this comes as a package, like you can say meditation. മനസ്സിലായി? അത് വാട്ട് ഈസ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസും ഇതും കാണുന്നു. ഐ മീൻ ഇറ്റ്സ് മെഡിറ്റേറ്റീവ് പ്രോസസ്. അല്ലാതെ വെറുതെ ഇരുന്ന് കണ്ണടച്ചിട്ട് ഇങ്ങനെ അതല്ലാതെ തന്നെ യു ആർ അവെയർ അബൌട്ട് ദ എൻറ്റയർ തിങ്. യു ആർ ആൾവേസ് ഓൺ കോൺസ്റ്റന്റ് മെഡിറ്റേഷൻ എന്ന് പറയില്ലേ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സിലേക്ക് അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞാൽ എനിക്കും ഇതേപോലെ പ്രശ്നങ്ങൾ. എൻ്റെ കൈ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഭയങ്കര വേദന. കഴിഞ്ഞൊരു 5-6 മാസം ഭയങ്കര വേദന. റീസൺ ഞാൻ കണ്ടുപിടിച്ചാൽ ഞാൻ എപ്പോഴും പോസ് ഇങ്ങനെയാണ്. ഈ നമ്മുടെ ഇത് ആൾമോസ്റ്റ് ദിസ് ഇസ് അറൗണ്ട് 250 ഗ്രാം. നമ്മൾ ഈ ഡമ്പലെടുക്കുന്ന സാധനം 2 കിലോ ആണ്. നമ്മൾ കുറച്ച് നേരമാണ് എടുക്കുന്നുള്ളൂ. ഒരു യു ആർ ടേക്കിംഗ് ഫോർ 10-15. ഇത് ആൾമോസ്റ്റ് 4 മണിക്കൂർ ഒറ്റ പോസിലായിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ നേരിട്ട് ഈ വെയിറ്റ് നേരെ വരുന്നത് ഭയങ്കര ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത ഈ ജോയിൻറ്റിലാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേർ ഇറ്റ് ലീഡ്സ് ടു us. നമ്മൾ വളരെ ഒരു സാധനം ഇപ്പോൾ എൻ്റെ വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. എനിക്കൊരു അനിമേഷൻ നെക്സ്റ്റ് ഇതാണ്. അതായത് ഒരു 2000-ൽ ഉറങ്ങിയൊരു മനുഷ്യൻ ഇന്ന് ഉണരുകയാണെങ്കിൽ അവൻ ഈ ലോകത്ത് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭ്രാന്ത് പിടിച്ച് പോയിരിക്കും. കാരണം ഒരു പലക കൈ പിടിച്ച് ഇങ്ങനെ എല്ലാവരും നടക്കുന്നുണ്ട്, ആരും പരസ്പരം നോക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഫിക്ഷസ് ക്യാരക്ടർ ആലോചിച്ചു. 2000-ൽ ഉറങ്ങിയ ഒരാൾ ഇപ്പോൾ എഴുന്നേറ്റു, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്തായിട്ടുണ്ടാവില്ലേ, മൊത്തം ചേഞ്ച് ആയില്ലേ. ഒരു 1980-ൽ ഉറങ്ങിയ ആൾ 2000-ൽ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ വ്യത്യാസമാകും. ആൾക്ക് കുറച്ച് നരച്ചല്ലോ, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഇവിടെ ഒരു കട വന്നല്ലോ, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അയാൾ ഒരു പക്ഷേ യു വിൽ ബി ലെഫ്റ്റ് അലോൺ ഇൻ ദ വേൾഡ് അല്ലേ. ഈ ഒരു മൊബൈലിനെ കുറിച്ച് പിന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് വേണം. ഓക്കെ ഇതെന്താണ് മൊബൈൽ, ഓക്കെ ഇത് ഫോൺ, അപ്പോൾ ഫോൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എന്താണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ട്രോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് ട്രോൾ, അങ്ങനത്തെ ഒരു സാധനമുള്ളൂ. അതിലേക്ക് പോകുന്നത്. അത് ആക്ച്വലി ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വരുന്നത്. കാരണം ഇതൊക്കെ വരുന്നത് ഒരു നമ്മുടെ കൺമുന്നിലൂടെ നമ്മൾ വി ആർ ആൾ പാർട്ട് ഓഫ് ദിസ് എൻറ്റയർ തിങ്. അപ്പോൾ അത് ഇന്നവിറ്റബിളും ആണ്. അല്ലാതെ നാളെ വരുന്നുകൊണ്ട് വേറൊരു ഇതൊന്നും അല്ല വേറെ എന്തോ സാധനമാണ്. ഇതൊക്കെ എയുടെ പാർട്ടാണ് ആക്ച്വലി. അതിൽ വിശ്വസിക്കാം. അപ്പോൾ അതല്ലാതെ ഇത് വരുന്നത് യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓൺ ദിസ് തിങ്സ്. ഞാൻ മൊബൈൽ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈസ് ഔട്ട്ഡേറ്റഡ് അല്ലേ. ഞാൻ ഇപ്പോൾ പലരും ഞാൻ എടുത്ത് പഴയ നോക്കിയാണ് പറഞ്ഞപ്പോൾ നിങ്ങൾ കഷ്ടമല്ല. കാരണം നിങ്ങളൊന്നും അറിയുന്നില്ല. അത് ഭാഗ്യമുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഓക്കെ യു ചോസ് ടു ബി ലൈക്ക് ദാറ്റ്സ് ഡിഫറെൻറ്റ്. ബട്ട് ദർ ആർ ഗുഡ് തിങ്സ് ഹാപ്പനിങ്. അതായത് ഇപ്പം എന്താണ് നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു മ്യൂസീഷ്യൻ്റെ പാട്ട് മറ്റേത് കേൾക്കണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ട്യൂൺ ചെയ്ത് എങ്ങനെ കാസറ്റുള്ള സമയത്ത് പോലും ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു ക്യാൻ എന്താ പറയുക അല്ല ആ ഒരു പാത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നെഗറ്റീവ് വേൾഡ് ആൾ ടുഗദർ. അത് പിന്നെ അത് വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എനിക്ക് തോന്നുന്നത് വല്ലാതെ നമ്മൾ കൺസേൺഡ് ആയിട്ടൊരു എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ബാഡ് ഓർ എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഗുഡ് എന്നുള്ളൊരു രണ്ട് പോളറൈസ്ഡ് അല്ലാതെ പുലാഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ വേറൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നമ്മുടെ ഹിന്ദി അഡ്ഡാന്ന് പറയില്ലേ. കാരണം നമ്മൾ ഈ കോർപ്പറേറ്റ് സംഗതിയൊക്കെ വിട്ടിട്ട് ഞാൻ
ഈ ഇത് ചെയ്യുന്നു, ഈ എന്താണ് മറ്റാഞ്ചേരി കഴിഞ്ഞിട്ട് മറ്റാഞ്ചേരിയിൽ പിന്നെ ആക്ച്വലി OED മറ്റേ ഗാലറിയിൽ എൻ്റെ ഈ ഗ്രാഫിക് നോവൽ ഉണ്ടായിരുന്നു. സെൻറ്റ് ജോൺ എബ്രഹാം എന്നുള്ള ബുക്ക് എഴുതുന്നു. അത് മറ്റേ FTAയിലത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഈ CA ബോയിലിംഗ് വെസലിൽ ഒരു ഹസൻ ഉണ്ടായിരുന്നു, ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞത്. അവൻ ഈ മട്ടാഞ്ചേരി കണ്ടിട്ട് നിങ്ങൾ എവിടെ പൂനെയിലപ്പോൾ ഇവന് 4-5 വർഷമായിട്ട് പൂനെയിലുണ്ട്, നിങ്ങൾ അവിടെ അന്നൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ആക്ച്വലി അന്ന് എൻ്റെ ഓഫീസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് ഫിലിം ആക്കിയോസ് നേരെ മുമ്പ് നിന്ന് കാണാം. ഞാൻ ആ സമയത്ത് ആ വഴി പോയിട്ടില്ല. ഒരു 2010 ആ വഴിയേ പോയിട്ടില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പിള്ളേരൊക്കെ 2003-2004 അവിടെ ഒരു കൃഷ്ണ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അവിടെ വന്ന് ചായ കുടിക്കും. ഞാനവിടെ പോയി ചായ കുടിക്കും. 2 വേൾഡിൽ 2 പേരും അവിടെ നിന്ന് കുറേ അപ്പോൾ ഒരു ഫിലിം അറിയാൻ. അപ്പോൾ ഞാൻ അങ്ങനെ അവർ നോക്കും ഭാഗ്യകുമാരി ഫിലിം. നമുക്കന്ന് പഴയ ജോണിൻ്റെ കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ഭാഗ്യകുമാരി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റൊക്കെ വെച്ച് അവൻ അങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഇവൻ ഹസൻ വന്നിട്ട് ഹസൻ ഇതിൻ്റെ പാർട്ടായിരുന്നു CA ബോയിലിംഗ്. അപ്പോൾ ഹസൻ പൂനെയിൽ വന്നിട്ട് എന്നെ പ്രാവശ്യം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു. അവിടെ ഈ മട്ടാഞ്ചേരി കാണിച്ചതും പിന്നെ അവിടുത്തെ കുറച്ച് പിള്ളേർ മറ്റേ ഇപ്പോൾ അവിടെ പഠിക്കുന്ന കുറേ പിള്ളേർ, അതിൽ അമൽ എന്ന് പറഞ്ഞൊരു ഒരു 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 പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് സാർ അഭിനയിക്കുക ചോദിച്ചു. ഇതേപോലെ ഞങ്ങളൊരു കൺവേഴ്സേഷൻ നടക്കുന്ന സമയത്ത് ഇവർ അഭിനയിക്കാം. അങ്ങനെ അവന് നമ്മളെ വെച്ചിട്ടൊരു സിനിമ എടുക്കുന്നു, അതിൽ അഭിനയിക്കുന്നു, അത് ഹിറ്റാവുന്നു. ഇപ്പം ഞാൻ ആൾമോസ്റ്റ് ഒരു 8-10 ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിംസിൽ. FTAയിലത്തെ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ FTAയിലത്തെ ഒരു ഒടുവിലിന് കൃഷ്ണനാണ്. എന്ത് പറഞ്ഞാലും ശരി നമ്മൾ റെഡിയായിട്ട് ഉടുക്കുമായിട്ട് അപ്പോൾ എന്താ വേഷം, അങ്ങനെ അവർ കുറേ പല പല വേഷങ്ങൾ. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഒരു 50 വയസ്സുകാരനെ കിട്ടിയല്ലോ, അത് ഭയങ്കരമാണ്. കാരണം അത് ഈ 50 വയസ്സുകാരൻ്റെ ഒരു വാല്യൂ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഡാർക്ക്നെസ്സും നമ്മുടെ ഒരു പീരീഡിൻ്റെ ഡാർക്ക്നെസ്സും ആ സാധനം കൂടി അവർക്ക് ഒരു പാക്കേജാണ്. പിന്നെ നമ്മൾ ഐ കൺസിഡർ ആസ് എ പാക്കേജ്. കാരണം നമുക്ക് ഈ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം എന്താണ് അവലിനോ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ. അത് ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഭയങ്കര ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് വീണ്ടും ഇപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരു 50 വയസ്സായ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആർട്ട് ഇൻഡസ്ട്രിയിൽ ഞാൻ ആക്ച്വലി ഇപ്പം എന്താണ് സീസൺഡൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ പലതും എക്സ്പെരിമെൻ്റ് നടത്തും. ചിലപ്പോൾ പെൻസിലായിരിക്കും, ചിലപ്പോൾ ഓയിലായിരിക്കും, ചിലപ്പോൾ അക്രിലിക് ആയിരിക്കും, ചിലപ്പോൾ വരച്ചിലായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു യൂത്തിനോട് ഭയങ്കര ഇത് തോന്നുന്നത്. അത് ഈ പറയുന്ന പോലെ മേതിലൊക്കെ അന്ന് എഴുതി വെച്ചൊരു സാധനമല്ല, ഒരു യൂത്ത് എന്നുള്ളൊരു വൈബ്രൻറ്റ് യൂത്ത്. അല്ലാതെ ഓക്കെ ഡാർക്ക്നെസ് ഷുഡ് ബി ദർ, ഡാർക്ക്നെസ് ഹാസ് ടു ബി ദർ, ഇറ്റ് ഷുഡ് ബി എ ബ്ലണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഡാർക്ക്നെസ്. ലോകം അത്ര ജീവിക്കാൻ ദുസ്സഹമായ ഒരു ഇതാണ്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു, പിന്നെ സന്തോഷകരയും മദ്യവുമുണ്ട്. ഈ ഒരു കോമ്പിനേഷന് മുഴുവൻ പേരൻ്റെ ഭാരവും സൊസൈറ്റിക്കാണ്. അതെ, അതായിരുന്നു 80s ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇത് മുഴുവൻ ഒരു പാക്കേജിൽ അത് മാറിയിട്ട് ഇന്ന് പിള്ളേരിപ്പോൾ ഞാൻ അവരടുത്ത് പറയും, എനിക്കിപ്പം എനിക്ക് തോന്നുന്നു മേ ബി ഐ ടോക്ക് ടു മച്ച്. അവർ പറഞ്ഞു ചേട്ടാ ഞാൻ പിന്നെ വരാട്ടോ, സമയമില്ല, കുറച്ച് അസൈൻമെന്റ് ഉണ്ട്, തിയറിക്ക് സമയമില്ല. അവർ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ വിടണം എന്നുള്ള രീതിയിലേക്ക് എടുത്തു. കാരണം നമ്മൾ ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അവരും പ്രത്യേകിച്ച് ഈ മൂവി കുറിച്ചുള്ള കൺസെപ്റ്റ് മാറിയിട്ടുണ്ട് അവരുടെ. അതായത് ദേ ആർ സീയിങ് ഗ്ലോബൽ മൂവീസ്, പ്ലസ് ദേ ആർ അവെയർ അബൌട്ട് ദ എൻറ്റയർ എന്താണ് ഈ പോസിബിലിറ്റീസ് ഓഫ് മൂവി. അത് വെച്ചിട്ട് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണ് ഈ ബറോസിൻ്റെ സമയത്തൊക്കെ ഞാൻ ആക്ച്വലി എൻ്റെ ഞാൻ പറയാൻ പറഞ്ഞതാണ്, ഈ ബറോസിൻ്റെ ഏറ്റവും ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മ്യൂസിക്, അതിൻ്റെ സൗണ്ടാണ്. അത് ചെയ്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പിള്ളേരാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊച്ചിയിൽ എന്താണ് ഇവിടെ കൊച്ചിയിൽ താമസിക്കാനാണ്, തിരുപ്പൂണിത്തുറ താമസിക്കുന്നത്. പിന്നെ ഒരു അശോകുമുണ്ട്. ഇവർ രണ്ടുപേരാണ് സൗണ്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് അപ്പോഴാണ് ഈ ഒരു പ്രോസസ്സിൽ മനസ്സിലായത് സൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒപ്റ്റിമൽ ലെവൽ ഓഫ് യൂസേജ് ഓഫ് സൗണ്ട് ഉണ്ടല്ലോ, അത് ദാറ്റ് ക്രിയേറ്റ്സ് അനിമേഷൻ, ടേക്സ് അനിമേഷൻ ഡിഫറെൻ്റ്. അത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു സ്കെൽട്ടൺ, നമ്മളൊരു ബോഡി ഇല്ല, ഒരു ശരീരത്തിൽ വെയിനൊക്കെ ക്ലിയർ ആക്കിയിട്ടുള്ള ഒരു ബോഡി, അതായത് വർക്കബിൾ ബോഡി നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഹ്യൂമൻ ബോഡി ക്ലോൺ ചെയ്യാമെന്ന് വയ്ക്കാം. അത് ശ്വാസകോശം, മറ്റേ ഹൃദയം, വൃക്ക എല്ലാം വയർ ചെയ്ത് കറക്റ്റായിട്ട് ബ്രെയിനെല്ലാം റീവയർ ചെയ്ത് മൊത്തം ഉണ്ടാക്കി വെച്ചാൽ ഈ ചോര വരുമ്പോഴാണ് അഡ്രിനാലിൻ വരുന്നത്.
ഈ ചോരയാണ് സൗണ്ട്. മനസ്സിലായി? ആ ചോരയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് വരുമ്പോഴാണ് നമുക്ക് എന്താണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് സത്യം പറഞ്ഞ ഒരു അനിമേഷൻ ഏത് ശബ്ദം വർക്ക് ചെയ്യും. ഇതേപോലെ ഇതിൽ ശരി തെറ്റൊന്നുമില്ല. ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാല് വയ്ക്കുന്ന സമയത്ത് കാലിൻ്റെ സ്റ്റെപ്പ് അങ്ങനെ കുറേ അതേപോലെ, പക്ഷെ അത് തെറ്റിക്കുന്ന സമയത്തിന് രസമുണ്ട്. മനസ്സിലായി? അതല്ലാതെ അപ്പോൾ ഇവർ രണ്ടുപേരും ഇൻവോൾവ്മെൻറ്റും അതും ഭയങ്കര ഇതായിരുന്നു. കാരണം ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവരെടുത്ത് പറഞ്ഞു, ഞാൻ ഈ ഒരു ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ മോഹൻലാലിൻ്റെ ഒരു എക്സ്പ്രഷൻസ് പോലെയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ചില വേറെ എന്താണ് കിരീടത്തിൻ്റെ മോഹൻലാൽ ചിലപ്പോൾ അടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇവന്മാർ പെട്ടെന്ന് പിടിച്ചിട്ട് അതിൻ്റെ മ്യൂസിക്കിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണെങ്കിൽ അതെല്ലാം ആ ഒരു ഫീല് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് രണ്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ബിരിയാണി വയ്ക്കുന്ന പോലെ അവസാനം തുറന്നാലേ അറിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ റീവർക്ക് ചെയ്യാം. ഉദ്ദേശിച്ച് നമുക്ക് ഈ ഹാൻഡ് ഡ്രോൺ ഒക്കെ ആണെങ്കിൽ പിന്നെ വീണ്ടും റീവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് അപ്പം ഇങ്ങനൊരു ഇതിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ആക്ച്വലി. ആൻഡ് അവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഹൈ ആണ്. ഇതൊരു സക്സസ് ആണ്.